എല്ലാ പ്രോഗ്രാമുകളും ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമാണ്. കാരണം പഠിക്കാൻ ആഗ്രഹിച്ച് RCMൽ എത്തുന്ന എല്ലാവർക്കും ഇത്രയും നല്ല ട്രെയിനിങ് അല്ലെങ്കിൽ ഇൻപുട്ടുകൾ കൊടുക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വിരളമാണ്. അതിന് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ രാജൻ സാറിനെയാണ്. കാരണം അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് നമ്മളാരും എപ്പോഴും സുജിത് സാർ പറയുന്ന കാര്യമുണ്ട്, നമുക്ക് രാജൻ സാറിനെ പോലെ ആണെങ്കിൽ നമ്മൾ രാജൻ സാറിനെ പോലെ തന്നെ ആകണം, അല്ലാതെ വേറെ മാർഗ്ഗമില്ല, ഷോർട്ട് കട്ട് ഒന്നുമില്ല. അങ്ങനെ ആദ്യം തന്നെ രാജൻ സാറിനും പ്രിയ മാഡത്തിനും അർജുൻ സാറിനും ഒക്കെ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഗ്രേറ്റ് മെൻറ്ററായ നൗബൽ സാറ്, ജോബി സാറ്, പിന്നെ എന്നെ RCMലേക്ക് എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സുജിത് സാറ്, ഇവരെല്ലാം ഗൈഡൻസ് ഉണ്ട്, അനുഗ്രഹമുണ്ട്. RCMലെ പെതുക്കെയാണെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, സസ്റ്റൈനബിളായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെന്റിലേക്ക് എത്തിപ്പെട്ടു. കാരണം ഞാൻ ഈ സെഗ്മെന്റിൽ എത്തിപ്പെട്ടത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ എന്നെ ഇവിടെ എത്തിച്ച ഒരു വലിയ ഒരു വിഷണറി ഉണ്ട്. കാരണം അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിനെ ഞാൻ കണ്ടിരുന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് RCMൽ എത്തില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കുറച്ച് കഴിഞ്ഞെത്തുമായിരിക്കാം, പക്ഷേ ഇന്ന് ഞാൻ RCMൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ വിഷണറി ആയ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു വലിയ മഹാനുഭാവനാണ്. അദ്ദേഹത്തിന് മുമ്പിൽ എത്തിപ്പെട്ടതുകൊണ്ടാണ്. ഞാൻ വഴി അദ്ദേഹത്തെ കാണിച്ചു തരാം. എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇന്നത്തെ വിഷയം ഓർഗാനിക് ഫാമിംഗ് എന്നൊരു വലിയ വാസ്റ്റായ സബ്ജക്റ്റ് ആണ്. അത്രയും വലിയ വാസ്റ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സമയമില്ലെങ്കിലും നമ്മളുടെ പ്രൈം മോട്ടീവ്, നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ഫാമിംഗ് ഡിവിഷനിൽ എങ്ങനെയാണ്, അതായത് ഹരിത സഞ്ജീവനി എന്ന ഒരു ഡിവിഷൻ RCM എന്ന മഹാപ്രസ്ഥാനത്തിൽ നമുക്ക് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യും, നമ്മുടെ വളർച്ചയ്ക്ക്, ഈ ബിസിനസിന്റെ ഓവറോൾ വളർച്ചയ്ക്ക് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഒത്തിരി സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ ഞാൻ എൻ്റെ ഗുരുനാഥന്മാരുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. സാറേ, സ്ക്രീൻ ഓക്കെ ആണല്ലോ അല്ലേ? സാറേ ഓക്കെയാണ്. ഓക്കെ. സോ നമ്മൾ RCMലൂടെയാണ് ഹരിതസഞ്ജീവനിൽ എത്തിപ്പെട്ടത് അല്ലേ? ഞാനും അങ്ങനെ തന്നെയാണ്. സോ അങ്ങനെ RCM, ഹരിതസഞ്ജീവനി എന്നീ 2 പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്ന് ജൈവകൃഷി അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് എന്ന ഒരു സെഗ്മെന്റ് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഓരോ RCM മെമ്പേഴ്സിനും, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും, നമ്മുടെ സമൂഹത്തിനും, നമ്മുടെ കുടുംബത്തിനും. കാരണം RCM എന്ന് പറയുന്ന ഒരു ജീവിത രീതിയാണ്. RCM നമ്മുടെ ലൈഫിലെ എല്ലാ കോണുകളും നമ്മളെ ടച്ച് ചെയ്യും. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ പോലും RCM നമ്മളെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആഹാരം അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത്. RCM ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഹെൽത്തിനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് RCMന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഹരിതസഞ്ജീവിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കൃഷിയെ പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, കൃഷി എന്ന് പറയുന്നത് നടക്കുന്നത് അല്ലെങ്കിൽ നടന്നിരുന്നത് കാട്ടിലാണ്. കാടില്ലെങ്കിൽ കൃഷിയില്ല, കാടുണ്ടെങ്കിലേ കൃഷിയുള്ളൂ, കൃഷി ഉണ്ടെങ്കിലേ നാടുമുള്ളൂ, ഇല്ലെങ്കിൽ നാടില്ല. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം റമീസ് സാറിന്റെ പ്രസന്റേഷനിൽ അദ്ദേഹം പറയുന്നുണ്ടായി നമ്മുടെ സമൂഹത്തിന്റെ ഒരു അവസ്ഥ. അതായത് ഫാർമേഴ്സിന്റെ സൂയിസൈഡ് ടെൻഡൻസി, അതായത് അളവിനെ പറ്റി സാറ് പറയുന്നുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് എത്താം. പക്ഷെ ഇതിന്റെ എല്ലാം പ്രധാന പ്രശ്നം നമ്മുടെ എൻവയോൺമെന്റ് മുഴുവൻ മാറിപ്പോയിരിക്കുന്നു. നമുക്ക് കാടില്ലെങ്കിൽ കൃഷിയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം നമ്മളിപ്പം കാടിന് വേണ്ടി ഓടുന്ന അവസ്ഥയാണ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വിഷണറിയായ, ഞാൻ കണ്ട യാതൊരു ലാഭേച്ഛയും കൂടാതെ ഈ ഒരു സംരംഭം സ്വന്തം നാട്ടിൽ, സ്വന്തം വീട്ടിൽ, അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട് എപ്പോഴും, അതായത് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്നാണ് അദ്ദേഹം എപ്പോഴും പറയുക. ഫോറസ്റ്റ് മാൻ ഓഫ് കേരള എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ ദയാൽ സാർ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്ന ഏകദേശം 5 വർഷം മുമ്പാണ്. വളരെ യാദൃശ്യമായി RCMൽ എത്തിപ്പെട്ടവർക്ക് തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ എത്തിപ്പെട്ടു. അദ്ദേഹത്തിന് മുമ്പിൽ എത്തിപ്പെട്ടതെന്ന് മാത്രം ഞാൻ RCMൽ എത്തിപ്പെട്ടു, ഇല്ലെങ്കിൽ ഞാൻ എത്തുമായിരുന്നില്ല. കാരണം നല്ല ആഹാരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം, വേറൊരു മാർഗവുമില്ല. നല്ല ഭക്ഷണം നിങ്ങൾ തന്നെ ഉണ്ടാക്കണം, വേറൊരു മാർഗവുമില്ല. അതിന്
തെറ്റ് ചെയ്ത് മിസ്റ്റേക്ക് ചെയ്ത് പഠിച്ചുകൊള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് ഓർക്കുന്നു. അങ്ങനെയാണ് ഞാൻ സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുറേ മിസ്റ്റേക്കുകൾ ചെയ്തു കൃഷിയിൽ. മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്നു. സാറ് പറയുന്നത് സാറ് കൃഷിയുടെ ലോകത്ത് 9ാം ക്ലാസ്സിലാണ് എന്നാണ്. അപ്പൊ ഞാനൊക്കെ LKG പോലും എത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കി തരുന്ന ഓരോരോ അനുഭവങ്ങളാണ് മുന്നോട്ട് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഓരോ ക്ലാസ്സുകളിലും ഓരോ കോഴ്സുകളിലും വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാം. കൃഷി എന്ന് പറയുന്ന ഒരു 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 ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു സങ്കല്പം ആദ്യം നമ്മളുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. കാരണം മനസ്സിൽ കൃഷി ഇല്ലാതെ നമുക്ക് ഒരിക്കലും മണ്ണിലേക്ക് കൃഷി കൊണ്ടുവരാൻ പറ്റില്ല. ഞാനൊക്കെ ആദ്യം ചെയ്ത മിസ്റ്റേക്ക്, നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് കൃഷി ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ കൃഷി ചെയ്യുന്നത് കണ്ട് കൃഷി ചെയ്യുകയാണ്. അതെല്ലാം തെറ്റിപ്പോയി. നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ നമ്മൾ വീണ്ടും വേറൊരു സജഷൻ പറയും, മറ്റുള്ളൊരു സജഷൻ പറയും. ഇത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ നമ്മൾ അതിൽ നിന്നും മനസ്സിലായത് നമ്മൾ ചെയ്യുന്നത് തെറ്റായ ഒരു രീതിയാണ്. കാരണം സ്വന്തം മനസ്സിൽ കൃഷി ഇറക്കാതെ മണ്ണിൽ കൃഷി ഇറക്കിയാൽ കൃഷി സക്സസ് ആകില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ തയ്യാറാക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മണ്ണിനെ തയ്യാറാക്കുക. അതായത് മനസ്സിൽ കൃഷി ഉണ്ടായെങ്കിൽ മാത്രമേ മണ്ണിൽ കൃഷി ഉണ്ടാവുകയുള്ളൂ. ഏത് കാര്യത്തിനും, ഏതൊരു സംരംഭത്തിനും, എന്തിനും നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ? RCM വന്നു ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. ചിലർക്ക് ആരോഗ്യമാണ്, ചിലർക്ക് വരുമാനമാണ്, ചിലർക്ക് സൗഹൃദമാണ്, യാത്രയാണ്. രാജൻ സാറ് വളരെ രസകരമായി കണക്ട് ചെയ്യാറുണ്ട്. അതായത് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സർക്കിളിനകത്തേക്ക് ഏകദേശം 16ഓളം ആസ്പെക്റ്റുകളെ കണക്ട് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യം പറയാറുണ്ട്. അതുപോലെ അഗ്രികൾച്ചറൽ ലക്ഷ്യമുണ്ട്. അഗ്രികൾച്ചറൽ ലക്ഷ്യം നമുക്ക് ആഹാരം ഉറപ്പാക്കി കഴിഞ്ഞാൽ, അതിലൂടെ നമുക്ക് ആരോഗ്യം ഉറപ്പാക്കി കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് അറിവും കഴിവും നേടിയെടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. അതായത് ആഹാരവും ആരോഗ്യവും ഉണ്ടെന്നിരിക്കെ നമ്മൾ അറിവും കഴിവും നേടിയെടുത്താൽ നമുക്ക് ബുദ്ധിവികാസം സംഭവിക്കും. ഇത് ഞാൻ ഇനിയും പറയും, നമ്മുടെ ഈ ജനറലൈസായി പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലൊന്ന് ആർഷ്യമായി തട്ടിച്ചു നോക്കണം. എത്ര ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ് RCM എന്ന കൺസെപ്റ്റും കൃഷിയും എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം സസ്റ്റൈനബിളായി നിൽക്കുന്ന ഏതൊരു സിസ്റ്റവും ഇതാണ്, അല്ലെ ഇങ്ങനെ ആയിരിക്കണം. കാരണം നിത്യമായതും സത്യമായതുമായ കാര്യങ്ങൾക്ക് ഒരേ അടിത്തറയായിരിക്കും. അപ്പോൾ ആഹാരവും ആരോഗ്യവും ഉണ്ടെന്നിരിക്കെ അറിവും കഴിവും നേടിയെടുത്താൽ നമുക്ക് ബുദ്ധിവികാസം സംഭവിക്കും. അപ്പോൾ സമ്പത്ത് താനേ വരും. ഇത് തന്നെയല്ലേ RCM നമ്മൾ പറഞ്ഞു തരുന്നത് അല്ലേ? നിങ്ങൾ RCM പഠിക്കുക. RCM എങ്ങനെ ചെയ്യണം, എങ്ങനെ മനസ്സിലാക്കണം എന്ന് നമ്മൾ വളരെ എന്താ പറയുക, ഡീപ്പായി പഠിച്ച് നമ്മളൊരു ടൂളായി മാറി, നമ്മളൊരു പ്രയോറിറ്റിയും കൊടുക്കാതെ, ലാഭേച്ഛയും കൊടുക്കാതെ RCM നമ്മൾ വർക്ക് ചെയ്താൽ സമ്പത്ത് നമ്മുടെ പുറകെ എത്തും. TCG പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി RCM ചെയ്യണ്ട, പൈസ RCMന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണെന്ന് അല്ലേ? ഇനി കൃഷി നമ്മൾ നടക്കുന്ന പ്രകൃതിയിലാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രകൃതിയെ പറ്റി ഒത്തിരി നിരന്തരം സംഭാഷണം എല്ലാവരും പറയുന്നുണ്ട്, പല പല വാഗ്ധോരണികൾ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. എന്നാലും അതിന്റെ ഒരു യഥാർത്ഥ വശം എന്താണെന്ന് അറിയാൻ എൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന കാര്യം, മിസ്റ്റേക്കുകൾ സംഭവിക്കുമ്പോൾ, തെറ്റുകൾ സംഭവിക്കുമ്പോൾ വേറൊരു മാർഗവുമില്ല നമ്മുടെ മുമ്പിൽ. പ്രകൃതിയെ അറിയാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു ആപ്തവാക്യം അദ്ദേഹം എപ്പോഴും പറയും, അറിഞ്ഞിട്ടുള്ളത് കടുകോളം, അറിയാനുള്ളത് കടലോളം. എത്ര RCMമായി എത്ര ചേർന്ന് നിൽക്കുന്ന ഒരു വാക്യമാണ് അല്ലേ? RCM ഇതുപോലെ തന്നെയാണ്. നമ്മൾ അറിയുന്തോറും അകന്നകന്ന് പോകുന്ന വലിയ വിശാലമായ ഒരു സാഗരമായിട്ട് RCM നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് കൃഷിയും പ്രകൃതിയും. അറിഞ്ഞിട്ടുള്ളത് പ്രകൃതിയാണെങ്കിൽ അറിഞ്ഞിട്ടുള്ളത് കടുകോളമാണ്. ഇനിയും അറിയാൻ എത്രയോ കടലോളം കിടക്കുന്നു. അവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു മാർഗം, നമ്മൾ ആരാധനാഭാവത്തോടെ അതിനെ നിരീക്ഷിച്ച് ശ്രദ്ധിച്ച് അതിനെ പോഷിപ്പിച്ചു കൊടുത്താൽ തിരിച്ചു തരുന്ന റിവാർഡ് അല്ലെങ്കിൽ പ്രതിഫലം എന്ന് പറയുന്നത് അബണ്ടൻസ് ആയിരിക്കും. അതായത് വാരിക്കോരി നിറച്ചു തരും പ്രകൃതി. അതാണ് ഒരു മാവ് പൂത്താൽ അതിന് ലിമിറ്റേഷൻസ് ഇല്ല അല്ലേ? നമുക്ക് മാത്രം 2-3 മാങ്ങയല്ല കായ്ക്കുന്നത്, അത് വാരി നിറയ്ക്കുകയാണ്. ഒരു പൂവിന് പകരം പൂക്കാലമാണ് നമുക്ക് തരുന്നത്. അതാണ് പ്രകൃതിയുടെ ഒരു ധർമ്മശാസ്ത്രം.
ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് കുറച്ച് പെട്ടെന്ന് വരാം. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന ഓർഗാനിക് ഫാമിംഗ് എന്നൊരു സബ്ജക്റ്റാണ്. എന്തിനാണ് ഓർഗാനിക് ഫാമിംഗ്? എന്ത് ബെനിഫിറ്റ് ആണ് ഓർഗാനിക് ഫാമിംഗ് കൊണ്ട് ഉണ്ടാകുന്നത്? കാരണം ഫാമിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ മരുന്നെന്ന പേരിൽ കീടനാശിനി വിൽക്കുന്ന, രാസവളം വിൽക്കുന്ന, പേരുകൾ മാറ്റി മനുഷ്യരിലേക്ക് വിഷം കുത്തി നിറയ്ക്കുന്ന സിസ്റ്റത്തിനകത്ത് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ യാത്ര ചെയ്ത സമയത്ത്, ഞാൻ യാത്ര ചെയ്ത എല്ലായിടത്തും ഓർഗാനിക് എന്ന് പേര് പറയുമ്പോഴേ അവർ വേണ്ട, പറയണ്ട, ഇങ്ങോട്ട് പറയണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. കാരണം ആൾക്കാരുടെ മനസ്സിൽ ക്ഷമയില്ല, അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹമില്ല, അല്ലെങ്കിൽ അവർ ഒന്നിനും മാറ്റത്തിന് തയ്യാറല്ലാത്തതിന്റെ ഒരു വലിയ വിപത്താണ് ഇപ്പൊ അനുഭവിക്കുന്നത്. പക്ഷേ RCM അല്ലെങ്കിൽ RCM എന്ന സിസ്റ്റത്തിൽ വന്ന ഓരോരുത്തരും മാറാൻ തയ്യാറവരാണ്, മാറി ചിന്തിക്കുന്നവരാണ്, വ്യത്യസ്തമായ ചിന്താഗതിയുള്ളവരാണ്. നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് ഓർഗാനിക് ഫാമിന്റെ ബെനിഫിറ്റ്? ഇത് നമ്മുടെ പെസ്റ്റിസൈഡിന്റെയും കെമിക്കലിന്റെയും ഇമ്പാക്ട് കുറച്ചു തരും. അതായത് നമ്മുടെ പ്രകൃതിക്ക് നമ്മൾ കൊടുക്കുന്ന ദോഷമായിട്ടുള്ള പെസ്റ്റിസൈഡും കെമിക്കലും നമ്മുടെ ഉപയോഗം കുറയ്ക്കാൻ നമുക്ക് സഹായിക്കും. നമ്മുടെ സോയിലിന്റെ ഹെൽത്തിനെ കൂട്ടി അതിനെ റിജുവിനേറ്റ് ചെയ്യും. റിജുവിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ റീജനറേഷനിലേക്ക് വരുന്ന ഒരവസ്ഥ, അതാണ് റിജുവിനേഷൻ എന്ന് പറയുന്നത്. ഈ റിജുവിനേറ്റ് ചെയ്യാൻ നമുക്ക് ഓർഗാനിക് ഫാമിംഗ് ഹെൽപ്പ് ചെയ്യും. ആ വോയിസ് കുറവാന്ന് ഒരാൾ കമന്റ് അയച്ചിട്ടുണ്ട്. വോയിസ് ഓക്കെ ആണോ സാറേ? ഒന്ന് പറഞ്ഞേക്കാമോ? വോയിസ് ഓക്കെ ഓക്കെ ആണല്ലേ? ഓക്കെ. ഡീഗ്രഡേഷൻ ഓഫ് ദ സോയിൽ, അതായത് സോയിൽ ഇറോഷൻ, നമ്മുടെ മണ്ണ് ഒലിച്ചു പോകുന്നത്, മണ്ണൊലിപ്പ് തടയാൻ ഏറ്റവും നല്ലൊരു സഹായമാണ് ഓർഗാനിക് ഫാമിംഗ്. അതുപോലെ അഡ്വേഴ്സ് എഫക്ട് ഓഫ് ക്ലൈമറ്റ്, നമ്മൾ എപ്പോഴും ചർച്ചയാണല്ലേ, ആഗോള കാലാവസ്ഥ വ്യതിയാനത്തിനെ പറ്റിയുള്ള സെമിനാറുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി ഒത്തിരിയേറെ ചർച്ചകൾ നടക്കുന്നു. പക്ഷെ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ വീട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ ചെയ്യേണ്ട മാറ്റമാണ് ഈ ജൈവ കൃഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന തെറ്റായ എഫക്റ്റുകളെ കുറച്ചു തരും. നമുക്ക് ഏറ്റവും പ്രധാന പ്രശ്നമായി നിൽക്കുന്ന ജലത്തിന്റെ ലഭ്യത, അല്ലെങ്കിൽ ജലത്തിന്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ജലത്തിന്റെ ഗുണം, നമുക്ക് പലയിടത്തെയും വെള്ളം നമുക്ക് കുടിക്കാൻ സാധിക്കില്ല, അല്ലെ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന അവസ്ഥയല്ല. വെള്ളത്താൽ ചുറ്റപ്പെട്ട അവസ്ഥയുള്ള ആൾക്കാരുണ്ട്, അവിടെ വെള്ളം കുടിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അല്ലെ? എന്നാൽ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ കൺസർവേഷൻ, അതിന്റെ സംരക്ഷണം കൂട്ടാൻ സാധിക്കുന്നു. അതിന്റെ വെള്ളത്തിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ വാട്ടർ ഹെൽത്ത് കൂട്ടാൻ സാധിക്കുന്നു. അതുപോലെ നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന്റെ ന്യൂട്രീഷൻ നമുക്ക് കൂട്ടാൻ, അതായത് അതിലെ പോഷക ഘടകങ്ങളുടെ അളവ് കൂട്ടാൻ നമ്മളേറെ സഹായിക്കുന്നു. കാരണം നമുക്കറിയാം, നമ്മൾ രാസവളം ഉണ്ടാക്കി ഒരു ഏത്തപ്പഴം, അല്ലെങ്കിൽ നമ്മൾ ഒരു പഴം, അല്ലെങ്കിൽ ഒരു പേരയ്ക്ക നമ്മൾ കഴിച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ പേരയ്ക്ക വരുന്നുണ്ട്, വലിയ വലിയ പേരയ്ക്കകൾ വരുന്നുണ്ട്, അല്ലേ? എന്തെങ്കിലും രുചി എന്ന് തോന്നിയിട്ടുണ്ട്? എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അല്പം വളഞ്ഞ് ചെറിയൊരു എന്താ പറയുക, നമ്മുടെ ഏത്തപ്പഴം കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന രുചി എന്താണ്? അപ്പം അവിടെ നമുക്ക് ആവശ്യമായി ഉള്ള എന്താ പറയുക, ന്യൂട്രീഷൻ അവിടെ കിട്ടുന്നത് കൊണ്ട് നമുക്കതൊരു എന്താ പറയുക, പ്രശ്നമായി തോന്നാറില്ല. സാറേ വീണ്ടും വോളിയം കുറവാന്ന് കമന്റ് വരും. സാറേ കേൾക്കുന്നില്ല സാറേ? സാറേ കേൾക്കുന്നുണ്ട്. അത് അവരുടെ ഏരിയയിലെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണം. അതിന്റെ ഓക്കെ ഓക്കെ. രണ്ടു പേരും സൗണ്ട് ഓക്കെ ഓക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവർക്കും ഓതന്റിക്കായ, അതായത് ശരിയായ ആഹാരം പ്രദാനം ചെയ്യാൻ, അതായത് നമുക്ക് വേണ്ട ന്യൂട്രീഷൻ തന്നെ ഉള്ള ആഹാരം പ്രദാനം ചെയ്യാൻ നമുക്ക് ഓർഗാനിക് ഫാമിംഗ് ഹെൽപ്പ് ചെയ്യും. ഇതിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഷെൽഫ് ലൈഫ്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസിന്റെ ഷെൽഫ് ലൈഫ്, അതിന്റെ ലൈഫ് കൂട്ടാൻ. യഥാർത്ഥ ഓർഗാനിക് ഫാമിങ്ങിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിന് ഷെൽഫ് ലൈഫ് കൂടുതലാണ്, അതിന്റെ ക്വാളിറ്റി കൂടുതലാണ്. നമുക്ക് ആനിമൽസ്, അതായത് നമ്മൾ ആരും എന്താ പറയുക, ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മളെല്ലാം ശ്രദ്ധിച്ചതാണ്. പൊറോട്ട കഴിച്ച് ഏകദേശം 6ഓളം പശുക്കൾ ചത്തു എന്ന് പറയുമ്പോൾ, പൊറോട്ട മാത്രം ഇതിനകത്തെ വില്ലൻ, പശുവിന് കൊടുത്ത ഫീഡും ഇതിനകത്ത് വില്ലനായിരിക്കും. അപ്പോൾ ആനിമൽസിന്റെ ഹെൽത്തും കൂടെ നമ്മൾ ഓർഗാനിക് ഫാമിംഗ് ചെയ്യുമ്പോൾ, നമ്മൾ ജൈവകൃഷി ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിഷ്യറീസ് ആണ് നമ്മുടെ സഹജീവികളൊക്കെ. അതും ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ്. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്നാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ക്ലൈമാറ്റിക് ചേഞ്ചിനും വാട്ടർ കൺസർവേഷനും സോയിൽ ഇറോഷനും ന്യൂട്രീഷൻ മാനേജ്മെന്റിനും
എൻറ്റയർ നമ്മുടെ ജീവജാലങ്ങളുടെ എന്താ പറയുക വെൽബീയിങ്ങിനും ബയോഡൈവേഴ്സിറ്റി, അതായത് ജൈവ വൈവിധ്യം എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും അനിവാര്യമാണ്. ആ ജൈവ വൈവിധ്യം കൂട്ടിക്കിട്ടാൻ നമുക്ക് ഈ പറഞ്ഞ സിസ്റ്റം ഒത്തിരി പ്രയോജനപ്പെടും. ഇന്നലെ നമ്മുടെ രമേശ് സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് നമുക്ക് ഇപ്പൊ വന്ന് നിൽക്കുന്ന അവസ്ഥ എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ. അതായത് നമ്മൾ ഷൈനിങ് ഇന്ത്യ അല്ലെങ്കിൽ ഗ്ലോയിങ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പരസ്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ മൾട്ടിനാഷണൽ കമ്പനി നമ്മുടെ ഇന്ത്യയിലേക്ക് ഓപ്പറേഷൻസിന് വരുന്നുണ്ട്. നമ്മുടെ ലാർജസ്റ്റ് വലിയൊരു എക്കണോമിയാണ്, വലിയൊരു മാർക്കറ്റാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് മാൽ ന്യൂട്രീഷൻ ഉള്ള അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും നാടാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഡിഫറൻസസ്, ഇൻഇക്വാളിറ്റീസ്, അതായത് ദരിദ്രനും ധനികനും തമ്മിലുള്ള അകലം, അതായത് ആ ഒരു സോഷ്യോ എക്കണോമിക് ഗ്യാപ്പ് വളരെയധികം വർദ്ധിച്ച് വലിയ എക്കണോമിക് കോൺഫ്ലിക്റ്റ്, അതായത് സാമ്പത്തിക അകലം കൂടി ഒത്തിരി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉടലെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമുക്ക് നോക്കിയാൽ അറിയാം. സ്റ്റാറ്റിസ്റ്റിക്സ് സാർ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കണക്കുകൾ ശ്രദ്ധിച്ച് കണ്ടിരുന്നു. ഞാനത് കോപ്പി ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ അത് പറയുകയാണ്. കാരണം ഫാർമർ സൂയിസൈഡ് എന്ന് പറയുന്നത് നമ്മുടെ പത്രത്താളുകൾ ഇപ്പോൾ ദിവസവും കാണുന്ന ഒരു വാർത്തയാണ്. അതിപ്പോൾ നമുക്ക് വലിയൊരു പുതുമയല്ലാതായിട്ടുണ്ട്. കാരണം ഒന്നുകിൽ അവന്റെ പ്രൊഡ്യൂസ് നഷ്ടം വന്നുകൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നതാവാം, ഇല്ലെങ്കിൽ അവൻ എടുത്ത കടം തിരിച്ചടയ്ക്കാൻ വരാതെ എത്തുന്നതാവാം. ഇതിനെല്ലാം എന്താണ് പരിഹാരം? നമുക്ക് ഏറ്റവും ആവശ്യം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? എപ്പോഴും നമ്മുടെ ഗുരുനാഥൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകത്തിൽ ആകെ മൊത്തം എത്ര പേരുണ്ട്? ഈ ലോകം എടുത്താൽ ഈ ലോകത്തിൽ ആകെ മൊത്തം എത്ര പേരുണ്ടെന്ന് അദ്ദേഹം എപ്പോഴും ചോദിക്കും. അപ്പൊ നമ്മളൊക്കെ പറയും ഏകദേശം ഇത്ര മില്യൺ ആൾക്കാരുണ്ട്, അല്ലെ ഇന്ത്യയിൽ 136 കോടി ജനങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് പറയും, ആകെ മൊത്തം ഒരാളേ ഉള്ളൂ. ആ ഒരാൾ നന്നായാൽ നമ്മുടെ ചുറ്റുവട്ടവും നമ്മുടെ സമൂഹവും നമ്മുടെ ലോകവും നന്നാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെ തുടങ്ങണം? ഇന്ന് നമ്മൾ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്കറിയാം ഈ സാധനങ്ങൾ ഒന്നും ഗുണനിലവാരമുള്ളതല്ല, ഇതിൽ മുഴുവൻ വിഷമാണെന്നറിയാം. പക്ഷെ എന്നാലും നമ്മൾ വാങ്ങുകയാണ്. കാരണം നമുക്ക് അല്പം സമയം അല്ലെങ്കിൽ അല്പം ശ്രദ്ധ മാറാൻ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ നമ്മൾ സമയം കണ്ടെത്താത്തതുകൊണ്ട് ഇന്നത്തെ ആവശ്യം എന്താണെന്ന് നമ്മൾ ഓടിച്ചു നോക്കുക. അതായത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിൽ ഡീജനറേഷൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നത്തിലൂടെ നമ്മുടെ ജനസാമാന്യം ജനസമൂഹം ഇല്ലായ്മയിലേക്ക് അല്ലെങ്കിൽ നാശത്തിലേക്ക് നീങ്ങുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ അറിയാം, നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഗുണമേന്മയില്ല. എന്നാൽ നമ്മൾ വീട്ടാവശ്യം നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കിയാൽ ഗുണമേന്മയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. ഭക്ഷ്യസുരക്ഷ എന്ന് നമ്മൾ ഘോരഘോരം പ്രസംഗിക്കുന്ന കാര്യം നമുക്ക് സ്വന്തമായി നേടിയെടുക്കാം. ഭക്ഷ്യലഭ്യത എന്ന് പറയുന്നത് നമുക്കും നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനം എക്സസ് ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ കൊടുക്കും, ഇല്ലേ? അങ്ങനെ ആകുമ്പോൾ ഭക്ഷ്യലഭ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭക്ഷ്യഭദ്രത എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടും. ആരോഗ്യ പരിരക്ഷ എല്ലാവർക്കും ഉണ്ടാവും. സാമ്പത്തിക ലാഭം എന്ന് എഴുതിയ കാര്യം നമ്മൾ അടുത്ത സ്ലൈഡ് നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഒരു പ്രതിദിനം 4 അല്ലെങ്കിൽ 5 പേരുള്ള ഒരു കുടുംബം നമ്മൾ കടയിൽ പോയത് ഒരു ഇന്നത്തെ അവസ്ഥ ഞാൻ പറയുന്നത്, കഴിഞ്ഞ ഒരു വർഷമായി വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യാസമാണ്. നമ്മളൊരു കടയിൽ പോയിട്ട് നമ്മളൊരു 500 രൂപ നോട്ടുമായി പോയി നമ്മൾ സാധനം വാങ്ങിയാൽ നമുക്കൊരു 2 കിലോ പച്ചക്കറി കിട്ടില്ല. ഇന്ന് കിട്ടില്ല. ഇന്ന് 1.5 കിലോ പച്ചക്കറി നമുക്ക് 500 രൂപ എടുക്കും. നമ്മൾ ഈ പറഞ്ഞ 4 ഐറ്റം അല്ലെങ്കിൽ 3 ഐറ്റം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്, അല്ലേ? നമ്മൾ ഒരു 295-300 ഗ്രാം ഒരു വീട്ടിൽ ദിവസം പച്ചക്കറി വേണ്ട സ്ഥാനത്ത് നമുക്ക് എത്ര രൂപ ഒരാഴ്ച നമുക്ക് ചെലവാക്കാൻ പറ്റും? എന്നാൽ അത് നമ്മൾ നമ്മുടെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചാലോ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവില്ലേ? ഇതും ആർസിയുമായിട്ട് എത്ര കണക്റ്റഡ് ആണ്? നമ്മൾ ഒന്ന് ബ്രാൻഡ് മാറിയാൽ നമ്മുടെ സാമ്പത്തിക നില നമ്മുടെ സാമ്പത്തിക ലാഭം ഉണ്ടാവും നമ്മൾ പറയും, അല്ലേ? ഈ ഒരു സ്ലൈഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ ന്യൂട്രീഷൻ എന്ന് പറയുക നമ്മുടെ എക്സ്പേർട്ടുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ലൈഡാണ്. കാരണം എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഭക്ഷ്യ സുരക്ഷയിലേക്ക് മാറണം, എന്താണ് അതിന്റെ ആവശ്യം? കാരണം ഫൈറ്റോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ഒരു വലിയ കാറ്റഗറി നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ എന്തിനു കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നറിയില്ല. പക്ഷെ ഭാഗ്യത്തിന് ആർസിയുള്ള ആൾക്കാർക്ക് അറിയാം എന്തൊക്കെയാണ് അത്യാവശ്യം നമ്മൾ കഴിക്കേണ്ടതെന്നറിയാം. ഈ കാണുന്ന കളറിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ അകത്താക്കുന്ന ആൾക്കാരാണ്. ഒന്നുകിൽ നമ്മുടെ ന്യൂട്രിചാർജ് മാൻ്റെ രീതിയിലോ വുമന്റെ രീതിയിലോ അല്ലെങ്കിൽ വെജമേഗയുടെ രീതിയിലോ, ഇനി ഒന്നുമില്ല നമ്മുടെ പ്രോട്ടീൻസിന്റെ രീതിയിലോ ഒക്കെ നമ്മൾ അകത്താക്കുന്നതാണ്, അല്ലേ? നമുക്ക് ഗ്രീൻ ബെനിഫിറ്റ്സ് ഉണ്ട്, റെഡ് ബെനിഫിറ്റ്സ് ഉണ്ട്, ഓരോരോ ടൈപ്പ് ഓഫ്
നമ്മുടെ ഫൈറ്റോ ന്യൂട്രിയൻ സപ്ലിമെന്റിലുള്ള നമ്മുടെ ഭക്ഷ്യവർഗ്ഗങ്ങളാണ് കാണിക്കുന്നത്. പഴങ്ങളുണ്ട്. ഇനി നമ്മുടെ താഴോട്ട് വന്നാല് നമ്മുടെ സബർജിലി പോലുള്ള പഴങ്ങളുണ്ട്. ലെഫ്റ്റ് സൈഡില് ഗ്രീനിൽ അവക്കാഡോ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ തരും. താഴെ അതിന്റെ പ്രൊട്ടക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, എന്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ റെഡ് ബെനിഫിറ്റ്സ് പറഞ്ഞാൽ അത് DNA സപ്പോർട്ട് ചെയ്യുന്നു, ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു, യൂറിനറി ട്രാക്ടിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ യെല്ലോ നമുക്കറിയാം, നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഒത്തിരി നല്ലതാണ് മഞ്ഞ കളറിലുള്ള ഫൈറ്റോ ന്യൂട്രിയൻസ്. അങ്ങനെ ഓരോ ഓരോ കളറിലുള്ള അല്ലെങ്കിൽ ആഹാരങ്ങൾ നമ്മൾ കഴിക്കേണ്ട ആവശ്യകത ഈ രീതിയിൽ നമ്മൾ സോർട്ട് ചെയ്യണം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ കളർ ആഹാരം ഉണ്ടാക്കി അതിനകത്ത് ചേർക്കുന്ന കളറാവരുത്. ആ പച്ചക്കറിയുടെ കളറായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. ആ കളറിലുള്ള പച്ചക്കറികൾ അല്ലെങ്കിൽ പഴങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കാൻ തയ്യാറായാൽ നമുക്ക് ഇത്രയും ബെനിഫിറ്റുകൾ നമ്മളിലേക്ക് എത്തും. നമ്മൾ ശ്രമിച്ചാൽ ഇതിൽ ഏകദേശം 2-3 തരം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികളിലെ പഴങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. ഇതിനകത്ത് കാണിച്ചേക്കുന്നതിന്റെ ഫോട്ടോ കണ്ടാൽ നമുക്കറിയാം ഏകദേശം ഒരു 3-4 സാധനം നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ ഒരു പാടുമില്ല. സത്യമില്ലേ? ഇപ്പം നമ്മുടെ മദർ നാരങ്ങ പറ്റില്ലായിരിക്കാം, പക്ഷെ അവക്കാഡോ വരെ യഥേഷ്ടം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വീടുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആവശ്യം. ഇനി നമ്മൾ കൃഷിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാന പ്രശ്നം എന്താണ്? നമുക്ക് എപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാൻ മേലാത്തൊരു അവസ്ഥ. കാരണം കാലാവസ്ഥ മാറി. നമ്മൾ പണ്ട് ഞാറ്റുവേല നോക്കി കൃഷി ചെയ്താൽ ഇന്ന് വെറുതെയാണ്. ഞാറ്റുവേല നോക്കിയിട്ട് കാര്യമില്ല. കാരണം എപ്പോഴാണ് മഴ വരിക, എപ്പോഴാണ് വെയിൽ വരിക എന്ന് അറിയാത്ത അവസ്ഥ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന വീടുകളിൽ ഇത്രയും കാര്യങ്ങൾ ഏതൊരാൾക്കും, അല്പം സ്ഥലമുള്ള ആൾക്കും, ഇനി സ്ഥലമില്ലെങ്കിൽ ഗ്രോ ബാഗിലാണെങ്കിലും ചെയ്യാവുന്ന ഏകദേശം കുറേ സാധനങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മെയ് മുതൽ ഓഗസ്റ്റ് വരെ ചെയ്യാവുന്നവ, സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ചെയ്യാവുന്നവ, ജനുവരി മുതൽ ഏപ്രിൽ വരെ ചെയ്യാവുന്നവ അല്ലേ? അതിൽ മഴക്കാലം, ശീതകാലം, വേനൽക്കാലം എന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന പച്ചക്കറികളാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇന്നത്തെ നമ്മുടെ ശീലങ്ങൾ മാറ്റി നമ്മൾ ബാക്ക് ടു ബേസിക്സ്, നമ്മൾ പുറകിലേക്ക് പോകണം. ജൈവ കൃഷി എന്നുള്ളതിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയാൽ വിളയില്ല, അത് കായാവില്ല, അതിന് വലിപ്പം ഉണ്ടാവില്ല, അതെപ്പോഴും ശരിയാവുന്നില്ല. ഈ ഒരു ചിന്തയാണ് നമ്മൾ എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ പ്രശ്നം അതാണ്. നമുക്ക് ജൈവ കൃഷിയിലൂടെ നമുക്ക് നല്ല വെയിറ്റ് ഉള്ള ഭക്ഷ്യ സാധനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, കൂടുതൽ എണ്ണം ഉണ്ടാവുന്നില്ല, അതിന് വണ്ണമില്ല, വലിപ്പമില്ല, കാണാനൊരു ലുക്കില്ല, അതിന് രൂപഭംഗി കുറവാണ്, പോഷക സമൃദ്ധി ഇല്ല നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷെ ആക്ച്വലി അതല്ല. ഈ നിറവും വലിപ്പവും ഭംഗിയും ഒക്കെ നമ്മൾ കാണുന്നത് അതിന്റെ പുറം കാഴ്ചയിൽ മാത്രമാണ്. പക്ഷെ നമ്മൾ ഇതിനെ കൊണ്ട് ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ എത്രയോ മടങ്ങ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലതായിരിക്കുമെന്ന് നമുക്ക് ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും. ഈ ലക്ഷ്യം നമുക്ക് നടപ്പാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പ്രധാന കാര്യം, നമ്മൾ മണ്ണൊരുങ്ങണം. നമ്മൾ മനസ്സൊരുക്കി അതുപോലെ മണ്ണൊരുങ്ങണം. മണ്ണൊരുങ്ങിയാൽ മാത്രം പോരാ, നമ്മുടെ പരിസരം കൂടെ നമ്മൾ ഒരുക്കാൻ തയ്യാറാവണം. പരിസരം ഏറ്റവും പ്രധാനമാണ്. കാരണം അന്തരീക്ഷത്തിലെ ആർദ്രത എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ വെറുതെ നമ്മൾ ഒരു 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 ചെടി അല്ലെങ്കിൽ ഒരു പച്ചക്കറി കൊണ്ട് എവിടെയെങ്കിലും വെച്ചാൽ അത് ഉണ്ടാവില്ല. അത് നിൽക്കേണ്ട സ്ഥലത്ത് അതിന് വേണ്ട അന്തരീക്ഷം കൂടെ ഒരുക്കി വേണം നമ്മളത് ചെയ്യാൻ ഓർക്കുക. എളുപ്പമുള്ള കാര്യം, ഏറ്റവും പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ ഓർക്കുന്നത് ഗ്രോ ബാഗാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ചെറിയ അടുക്കളത്തോട്ടമാണ്. അതിന് വേണ്ട ഒരു മിശ്രിതത്തിന്റെ കൂട്ടാണിത്. മേൽമണ്ണ് വേണം, ചകിരിച്ചോറ് വേണം, ചാണകപ്പൊടി വേണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാം 1:1 1:1 എന്ന് പറയുന്ന ഒരു റേഷ്യോയില്. അതിലേക്ക് നമ്മൾ അല്പം വേപ്പിൻ പിണ്ണാക്ക് ഇടുക, എല്ലുപൊടി ഇടുക, 50 ഗ്രാം കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ്. കുമ്മായം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഈ സ്ലൈഡില് എനിക്കിങ്ങനെ കിട്ടിയപ്പോൾ എനിക്കത് എറേസ് ചെയ്യാൻ പറ്റിയില്ല, സമയം ഇല്ലാഞ്ഞുകൊണ്ട്. അതാണ് ഞാൻ മാറ്റാൻ. കുമ്മായം നമ്മൾ മാറ്റി. ഇനി കുമ്മായം ഉപയോഗിക്കുന്നെങ്കിൽ ഏകദേശം 2 വർഷം മുതൽ 3 വർഷം പഴക്കമുള്ള കുമ്മായം കലക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പച്ചക്കക്കാപ്പൊടിയാണ്. അത് 50 ഗ്രാം പച്ചക്കക്ക അല്ലെങ്കിൽ ഡോളമേറ്റ് അതിന് ചേർക്കണം. നമ്മളെപ്പോഴും ഗ്രോ ബാഗ് 1/4 ഭാഗം നിറയ്ക്കുക. നമ്മളെപ്പോഴും ഗ്രോ ബാഗ് വെക്കുമ്പോൾ നമ്മൾ നേരെ നിലത്ത് വെക്കാതെ എയർ സർക്കുലേഷൻ, അതാണ് പരിസ്ഥിതി ഒരുക്കാൻ നമ്മൾ പറഞ്ഞത്. എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി ഇഷ്ടിക അടുക്കി അതിന് മുകളിൽ, അല്ലെങ്കിൽ നമ്മൾ ഓടുണ്ടെങ്കിൽ അതിന് മുകളിൽ വെച്ചാൽ എയർ സർക്കുലേഷൻ ഉണ്ടാവും. വാട്ടർ നമുക്ക് ചെറുതായിട്ട് പുറത്തേക്ക് പോകേണ്ടത്, ഭയങ്കര മഴയൊക്കെ വരുമ്പോൾ നമുക്ക് ചില വെള്ളം നിറയും, അത് ഫിൽട്ടർ ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യം കൂടെ അങ്ങനെ കിട്ടും. ഇനി ബേസിക് ആയിട്ട് വേണ്ട ഇൻപുട്ടുകൾ എന്തൊക്കെയാണ്? ബേസിക് ആയിട്ട് വേണ്ടത് തൈ നടുമ്പോൾ നമുക്ക് വേണ്ട ജീവാണുവളങ്ങളാണ്. ഈ ജീവാണുവളങ്ങൾ എന്ന് പറഞ്ഞാൽ ഓർക്കുക, രണ്ട് സാധനങ്ങളേ ഉള്ളൂ: സ്യൂഡോമോണസും ട്രൈക്കോഡർമയും. ഈ സ്യൂഡോമോണസും ട്രൈക്കോഡർമയും നമുക്ക് എപ്പോഴും നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡായിട്ട് നമ്മുടെ വീട്ടിൽ കരുതേണ്ടതാണ്. 6 മാസം വരെ അവയ്ക്ക് ലൈഫ് ഉള്ളൂ. അപ്പം നമ്മൾ അതിന്റെ ലൈഫുള്ള പാക്കറ്റ് നോക്കി വാങ്ങണം. പിന്നെ ഏറ്റവും നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ
കായ്ച്ചകളെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലത് ഒന്നുകിൽ മഞ്ഞക്കണി അല്ലെങ്കിൽ നമ്മുടെ ഫിറമോൺ ട്രാപ്പ് എന്ന് പറയുന്ന തൂക്കിയിടാവുന്ന കെണികളാണ്. പിന്നെ വിത്ത് 30, 45, 60 ദിവസം പാകി റെഡിയാക്കിയ വിത്തുകൾ നമുക്ക് കിളിപ്പിച്ചത് വേണം. പറിച്ചു നടുന്ന സമയത്ത് അവ 15, 30, 45 അതായത് 15 ദിവസത്തെ ഇടവേളകളിൽ സമ്പൂർണ്ണമായ നമ്മുടെ സൂക്ഷ്മ മൂലക മിശ്രിതം, അതായത് മൈക്രോ ന്യൂട്രിയൻസുകൾ നമ്മൾ സെലക്ട് ചെയ്ത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തളിക്കണമെന്നാണ് പറയുന്നത്. അത് നമുക്ക് 15 ദിവസത്തെ ഗ്യാപ്പ് ആകുമ്പോൾ നമുക്കത് കുറച്ച് നമുക്ക് 2.5 ഗ്രാം ആക്കാം. 7 ദിവസം ആകുമ്പോൾ അങ്ങനെ നമുക്ക് വ്യത്യാസം വരുത്താം. അതിലേക്ക് നമുക്ക് എത്താം. കാരണം അതിനൊക്കെ നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ പോലെ എനിക്ക് തോന്നുന്നില്ല മറ്റാർക്കും അത്രയും സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് സൊല്യൂഷൻ വേറൊരു സിസ്റ്റത്തിലും കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന സൂക്ഷ്മ മൂലക മിശ്രിതം. ഓക്കെ, ഇനി നമ്മൾ കൃഷി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്തിനും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലേ, ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഡോക്ടർ ആവണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു സ്റ്റെതസ്കോപ്പ് വേണം അല്ലേ? അപ്പൊ ഇവിടെ ഒരു സ്റ്റെതസ്കോപ്പ് വേണം. എന്താന്ന് നോക്കാം. ഇതറിയാവുന്ന ആൾക്കാരാവൂലല്ലേ? ഈ സാധനം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതൊരു pH മീറ്റർ ആണ്. സാറേ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? സ്പീഡിൽ പോകുന്നില്ലല്ലോ? ഓക്കെ ആണല്ലോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ സാറേ? ഓക്കെ സാറേ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ശരി. ഈ സ്റ്റെതസ്കോപ്പ് നമ്മുടെ വീട്ടിൽ കരുതുക. ഏകദേശം 700 രൂപ മുതൽ 1500 രൂപയ്ക്ക് വരെ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇത് നമുക്ക് ഏറ്റവും ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം നമ്മുടെ ക്ലൈമറ്റ് എല്ലാ 3 മാസം കൂടുമ്പോഴും കംപ്ലീറ്റ് മാറുകയാണ്. ഈ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് നമ്മൾ മണ്ണിനെ നമ്മൾ പുതച്ച് അല്ലെങ്കിൽ പുതപ്പിച്ച് അതിനെ ഫെർട്ടൈലാക്കി സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ pH ലെവൽ മാറിക്കൊണ്ടിരിക്കും. pH ലെവൽ മാറുന്നതിന് അനുസരിച്ച് നമുക്ക് ഒന്നും എന്താ പറയുക കിട്ടില്ല. അതായത് നമ്മൾ വെറുതെ ഈ പറഞ്ഞ കണക്ക് ഓർഗാനിക് ഫാമിംഗ് നമ്മൾ ചെയ്തു, പക്ഷേ നമുക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സാധനം ഏറ്റവും അത്യാവശ്യമാണ്, ഈ സ്റ്റെതസ്കോപ്പ്, അതായത് pH മീറ്റർ. പിന്നെ നമുക്ക് വേണ്ടതാണ് കമ്പോസ്റ്റ്. നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നമുക്ക് കമ്പോസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ കമ്പോസ്റ്റ് ഏതൊക്കെ തരം കമ്പോസ്റ്റ് ആയിരിക്കണം? ബ്രൗൺ കമ്പോസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് നമുക്ക് ഇലകളും മരപ്പൊടി ചകിരിച്ചോറ്, നമ്മുടെ തടിയുടെ ചീളുകൾ, അങ്ങനെ എന്തും നമുക്ക് കമ്പോസ്റ്റ് ആക്കി എടുക്കാം. കാരണം പ്ലാസ്റ്റിക് അല്ലാത്തത് എന്തും നമുക്ക് കമ്പോസ്റ്റ് ആക്കി എടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് വീട്ടിൽ ഉള്ള പച്ചക്കറി വേസ്റ്റ്, പച്ചിലകൾ, ഇവയെല്ലാം ചേർത്തുള്ള നമ്മുടെ ഗ്രീൻ കമ്പോസ്റ്റ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്, അതായത് നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റ് എങ്ങനെ കൺവേർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റുകൾ എങ്ങനെ കൺവേർട്ട് ചെയ്ത് നല്ലൊരു കമ്പോസ്റ്റ് ആക്കി മാറ്റാം. ഇത് നമുക്ക് മാനുവലി ഉണ്ടാക്കാവുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് ഡ്രമ്മിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ യൂട്യൂബിൽ ഇഷ്ടംപോലെ എൻ്റെ വീഡിയോസ് ഉണ്ട്. ഇനി അതല്ല, ഇത് നമുക്ക് നാണക്കേടായി തോന്നുന്നെങ്കിൽ ആമസോണിൽ കയറി ഇതുപോലുള്ള നല്ല സ്വയംഭൻ സാധനങ്ങൾ നമുക്ക് ഓർഡർ ചെയ്യാം. ഇതും നമുക്ക് 2 കാര്യവും നമുക്ക് ഏതാണ് നമ്മുടെ ഇഷ്ടം പോലെ ഓർഡർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഏറ്റവും അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് 2 ഗുണമുണ്ട്. നമുക്ക് ഖരമാലിന്യമായി നമ്മുടെ കമ്പോസ്റ്റ് കിട്ടും. അതിന്റെ കൂടെ സ്ലറി നമുക്ക് സെപ്പറേറ്റ് എടുത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് 2 രീതിയിലുള്ള കമ്പോസ്റ്റ് കിട്ടും. ലിക്വിഡ് കമ്പോസ്റ്റും കിട്ടും, ഹാർഡ് കമ്പോസ്റ്റും കിട്ടും. ഇനി നമ്മൾ കൃഷിയിൽ അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്വത്ത് എന്താണ്? നമ്മുടെ പോക്കറ്റിലുള്ള പണമല്ല, നമ്മുടെ കയ്യിലുള്ള മറ്റൊരു അസറ്റും അല്ല. നമ്മുടെ ഭൂമിയുടെ അസറ്റ് എന്ന് പറയുന്നത് ഈ സൂര്യപ്രകാശമാണ്. ഈ സൂര്യപ്രകാശത്തിന് എങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യണം, ചെയ്യണമെന്ന് അറിയാത്ത ഒരാൾക്കും കൃഷിയിൽ സസ്റ്റൈനബിളായി നിൽക്കാൻ സാധിക്കില്ല. കുറച്ചു കാലം നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യും, പരാജയപ്പെടും, മറ്റൊന്നിലേക്ക് മാറും. ഈ എഫക്റ്റീവായിട്ടുള്ള എനർജി കൺവേർഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് രാജൻ സാറിന്റെ ഒരു വാക്ക്, ആരോഗ്യം ഭാസ്കരേതിച്ചേ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാക്ക് പോലെ തന്നെ നമുക്ക് നമ്മുടെ സൗന്ദര്യവും ആരോഗ്യവും എല്ലാം നമ്മൾ വാങ്ങിയെടുക്കേണ്ടത് നമ്മുടെ സൂര്യനിൽ നിന്നാണ്. അതായത് ആദിത്യദേവനിൽ നിന്ന് വാങ്ങാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഇതൊരു കവിതയാണ്, ഒരു കഥയാണ്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചതെന്നാണ്. അതായത് കരിയിൽ എഴുതുന്ന കത്ത്. ഇത് മുഴുവൻ വായിക്കുന്നില്ല, അതായത് ഒന്നുമില്ല.
നമ്മൾ വളരെ സിമ്പിളായി ഈ കരിയിലെ കത്തിച്ച് കളയും അല്ലേ. നമ്മുടെ വീട്ടിലെ ചിലരുടെ നമ്മുടെ അയൽവക്കത്തൊക്കെ ചിലരുടെ നിർബന്ധം കണ്ടാല് എന്തോ വലിയ പാതകം ചെയ്ത ഒരാളെ പിടിച്ച് തല്ലിക്കൊല്ലുന്ന അല്ലെങ്കിൽ കത്തിച്ചു കൊല്ലുന്ന സന്തോഷത്തോടെയാണ് കരിയില തൂത്തുവാരി കത്തിക്കുന്നത്. എൻ്റെ വീടിനടുത്ത് വളരെ സങ്കടത്തോടെ ഓർക്കാവുന്ന ഒരു സംഭവം കഴിഞ്ഞിടയ്ക്കുണ്ടായി. പ്രായമുള്ളത് കൊണ്ട് മാത്രം നമുക്ക് പക്വത വരണമെന്നില്ലല്ലോ. ഏകദേശം 85 വയസ്സുള്ള അദ്ദേഹം ഒരു പ്രായമുള്ള അദ്ദേഹം ചെയ്തത് കരിയില കൂട്ടിയിട്ട് കത്തിച്ചു. 4 പാടും കരിയില കൂട്ടിയിട്ട് കത്തിച്ചു. അദ്ദേഹം നോക്കി നിന്നു, ബക്കറ്റും കൊണ്ട് നോക്കി നിന്നു. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ആ കരിയിലയുടെ തീക്കകത്ത് തന്നെ അദ്ദേഹവും കെട്ടടങ്ങി. ആ അവസ്ഥയുണ്ടായി. കാരണം എന്തിനു വേണ്ടി ചെയ്യുന്നു, എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ മേലാതെ പോകുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് കരിയില കത്തിക്കുക എന്നുള്ളൊരു കാര്യം. നമ്മുടെ കൂടെയുള്ള RCMലുള്ള അല്ലെ RCMൽ ആക്റ്റീവായിട്ടുള്ള എല്ലാ അസോസിയേറ്റ് മെമ്പേഴ്സും എനിക്ക് റിക്വസ്റ്റ് ഉള്ള ഒരേ ഒരു കാര്യം, ഇന്ന് മുതലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കരിയില പോലും നിങ്ങൾ കത്തിക്കരുത്. കാരണം ഊർജ്ജ സ്രോതസ് നമ്മുടെ കയ്യിലേക്ക് ഈശ്വരൻ എത്തിച്ചത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പുറന്തള്ളുകയാണ്. അതൊരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോ നമ്മള് എന്തൊക്കെ കരിയില നമുക്ക് ചെയ്തു തരുന്നു മനസ്സിലാക്കാൻ ഇത് വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മൾ അതിനെ പ്രിസർവ് ചെയ്യുക, അതിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റി ആ ഊർജത്തെ നമ്മൾ ഭക്ഷണത്തിന് പിന്നിലെ ഭക്ഷണമാണെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുക. കാരണം ഈശ്വരൻ നമുക്ക് എനർജിയായി തന്നത് പ്രിസർവ് ചെയ്ത് സോളാർ പാനലാക്കി വെച്ചിരിക്കുന്ന ഇലകൾ, അവയെ മറ്റൊരു രീതിയിലേക്ക് രൂപമാറ്റം വരുത്താതെ അവയെ അഴിച്ചെടുക്കുക. അതായത് നമ്മൾ പറയുന്നത് എന്താ പറയുക, റീസെറ്റബിലിറ്റി എന്ന് പറയും. അതായത് ജൈവ കൃഷിയിൽ ദയാൽ സാർ പറഞ്ഞൊരു വാക്കാണ് റീസെറ്റബിലിറ്റി. അതിനെ അഴിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റണം. ആ ഊർജത്തെ അഴിച്ചെടുത്ത് മറ്റൊരു ഊർജമാക്കി മാറ്റാൻ ഉള്ള ടെക്നോളജി സിമ്പിളാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്താണ്. ഇതാണ് ആ ചെയ്യുന്ന കാര്യം. കാരണം വെയിലുള്ളതുകൊണ്ട് ഞാനത് ചൂട്ടിയിട്ടതാണ്. ഇതൊരു ടാങ്കാണ്. ഈ ടാങ്കിൽ കരിയില നിറയ്ക്കും, ചാണകപ്പൊടിയോ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഇടും, വീണ്ടും കരിയില നിറയ്ക്കും. അങ്ങനെ അത് നമുക്ക് കമ്പോസ്റ്റ്, വലിയൊരു കമ്പോസ്റ്റ് ഒരു ടാങ്കായി വർക്ക് ചെയ്യുകയാണ്. മഴക്കാലത്ത് അതിന് പുറത്തുനിന്ന് പ്ലാസ്റ്റിക് വിരിച്ച് വെള്ളം നനയാതെ സൂക്ഷിച്ചെടുത്താൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് എല്ലാ കൃഷിക്കും വേണ്ട കമ്പോസ്റ്റുകൾ പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് കിട്ടും. ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ജൈവ കമ്പോസ്റ്റ് അല്ലെങ്കിൽ അജൈവ കമ്പോസ്റ്റ്, അതായത് നമ്മുടെ കോഴി വേസ്റ്റ്, മീൻ വേസ്റ്റ് എന്നിവയെല്ലാം നോൺ വെജ് ആയിട്ടുള്ള വേസ്റ്റുകളെല്ലാം നമുക്ക് ഇതുപോലുള്ള കാർബൺ കമ്പോസ്റ്റിംഗ് മെത്തേഡ് വഴി നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റാം. ഒന്നുമല്ല, നമ്മുടെ ഉമിക്കരിയാണ്. ഉമിക്കരി കൊണ്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് അല്പം നനച്ച് ഡ്രമ്മിനകത്താക്കി വെച്ചിരുന്നാൽ ഒരല്പം പോലും മണം പുറത്തേക്ക് വരില്ല. ആ പ്രദേശത്ത് നമ്മൾ എത്ര കോഴി വേസ്റ്റോ ചിക്കൻ വേസ്റ്റോ മീൻ വേസ്റ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഡ്രമ്മിനകത്ത് പ്രിസർവ് ചെയ്ത് വെച്ച് 1-2 മാസം കൊണ്ട് നല്ല കൈകൊണ്ട് വാരിയെടുക്കാവുന്ന ഒരു സ്മെല്ലില്ലാത്ത പൊടിയാക്കി മാറ്റിയെടുക്കാനുള്ള ടെക്നോളജി കാർബൺ കമ്പോസ്റ്റിങ്ങിലുണ്ട്. ഇനി നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മുടെ അത്യാവശ്യ സാധനമൊക്കെ എടുത്തു വെച്ചു. ഇനി നമുക്ക് എന്താണ് മണ്ണിന്റെ ഘടനയും കൂടെ അറിഞ്ഞിട്ട് വേണം നമ്മൾ പോകാൻ. നമ്മളുടെ ഈ താഴോട്ടുള്ള ലിസ്റ്റ് ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ നോക്കേണ്ടത് മുകളിലെ ആ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഹ്യൂമസ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ, ഈ ഒരു 1.5 ഇഞ്ച് മണ്ണാണ്. ആ 1.5 ഇഞ്ചാണ് നമ്മുടെ അസറ്റ്. ഈ അസറ്റ് പോയതാണ് നമ്മുടെ കൃഷി നശിക്കാനുള്ള കാരണം നമ്മളെല്ലാം ചെയ്യുന്നത് ഈ ടോപ്പ് സോയിലിലേക്കാണ്. നമ്മളുടെ കയ്യിലുള്ള വികൃതികൾ മുഴുവൻ നമ്മൾ നടത്തുന്നത് ഈ ടോപ്പ് സോയിലിലേക്കാണ്. ആ വികൃതികളുടെ ഫലമാണ് ഇന്ന് മണ്ണ് കട്ടിയായി പോയതും നമുക്ക് മണ്ണൊലിപ്പുണ്ടാവുന്നതും. നമ്മൾ കണ്ടില്ലേ, ചിലപ്പോൾ നമ്മുടെ കിഴക്ക് ഭാഗത്തൊക്കെ വണ്ടി ഓടിച്ചു വരുമ്പോൾ നിമിഷ നേരം കടന്ന് മുമ്പിലേക്ക് വലിയ പ്രദേശം ഇങ്ങനെ ഒലിച്ചിറങ്ങി പോകുന്ന കാണുന്നത്. അപ്പൊ ഈ പ്രശ്നം ഉണ്ടായത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇല്ലാതെ, പോറസ് അല്ലാതെ, നമ്മുടെ ക്യാരക്ടർ എല്ലാം പോയ മണ്ണിന്റെ ആ ടോപ്പ് സോയിലിന്റെ ക്വാളിറ്റി പോയതാണ്. അപ്പം ഈ ടോപ്പ് സോയിൽ താഴേക്ക് ഇത്രയും എത്ര കാലം കൊണ്ടാണെന്ന് ഓർക്കുക. അതായത് ബെഡ് റോക്കിൽ നിന്നും, അതായത് മുകളിൽ മേൽമണ്ണായി വരാൻ എത്ര നാള് പ്രകൃതി എടുക്കുന്ന പണിയാണ് നമ്മൾ വളരെ സിമ്പിളായി ഓരോ പേരിലുള്ള സോൾട്ട് ബേസ് വളങ്ങൾ വാരിയിട്ട് നമ്മൾ കളയുന്നത് അല്ലേ. രാസവളം എപ്പോൾ ഉപയോഗിക്കണം നമുക്ക് അറിയില്ല. നമ്മൾ രാസവളം മെയ് മാസം ഏപ്രിൽ മാസത്തിലും വാരി എറിയുകയാണ് ചെയ്യുന്നത്. എത്ര ദ്രോഹമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഇനി നമ്മൾ ഓർക്കേണ്ട കാര്യം, മണ്ണിന്റെ ഘടനയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ് ഈ സൈക്ലിംഗ്, അതായത് കാർബൺ സൈക്ലിംഗ്. ഈ ക്രോപ്പ് റെസിഡ്യൂ, ആനിമൽ മെന്യൂർ, സോയിൽ ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം മണ്ണിലൂടെ, ജീവികളിലൂടെ, മനുഷ്യനിലൂടെ, സസ്യങ്ങളിലൂടെ ഇങ്ങനെ സൈക്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാർബൺ സൈക്കിളാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ മൾച്ച് ചെയ്ത്, അതായത് പൊതയിട്ട് വളർത്തുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന നമ്മുടെ അമ്മയായ മണ്ണിന്റെ അവസ്ഥ ശരിക്കും ഇങ്ങനെയായിരിക്കും.
ഹെൽത്ത് ഉള്ള ഒരു സോയിലിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? അവിടെ ലോ ഇറോഷൻ ആയിരിക്കും, അതായത് ആവശ്യമില്ലാത്ത ഇൻഹിബിഷൻ, റെയിൻഫോൾ ഒത്തിരി താഴോട്ട് പോവില്ല, മോയ്സ്ചർ എപ്പോഴും അതിന് താഴെ ഉണ്ടാവും. നമുക്ക് എന്താ പറയുക, മോഡറേറ്റ് സോയിൽ ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും, ഓവറായിട്ട് ടെമ്പറേച്ചർ കൂടില്ല. എന്താ പറയുക, നമ്മുടെ കണ്ടക്ടിവിറ്റി, അതായത് നമ്മുടെ മിനറൽസ് തമ്മിലുള്ള കണ്ടക്ടിവിറ്റി നന്നായിട്ടുണ്ടായിരിക്കും. ഓർഗാനിക് മാറ്റർ നന്നായിട്ട് അതിൽ വർക്ക് ചെയ്യും. റൂട്ട് പ്രോലിഫറേഷൻ എന്ന് പറഞ്ഞാൽ വിസ്തൃതി, അത് നന്നായിട്ടുണ്ടാവും. അങ്ങനെ ന്യൂട്രിയൻ റീസൈക്ലിംഗ് മണ്ണിൽ തന്നെ നന്നായി നടക്കും. മൈക്രോബിയൽ ആക്ടിവിറ്റി, മൈക്രോബയോട്ട എന്ന് പറയുന്നത് മാത്രമല്ല, മണ്ണിരകൾ പോലുള്ള നമ്മുടെ മിത്രജീവികളുടെ പ്രവർത്തനവും ഏറ്റവും നന്നായി നടക്കുന്ന ഏറ്റവും നല്ലൊരു സോയിലിന്റെ കണ്ടീഷൻ ഇതുപോലെ ആയിരിക്കും. പക്ഷെ ഇതുപോലെ ആകണമെങ്കിൽ മുകൾ ഭാഗം അതുപോലെ ആയിരിക്കണമെന്ന് ഓർക്കുക. ഇനി നമ്മൾ ജൈവ കൃഷിയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കുറെ ഒരു എന്താ പറയാ, പെട്ടെന്ന് ഓർത്തു വെക്കേണ്ട മിനിമം ഒരു 5-6 തത്വങ്ങളുണ്ട്. മണ്ണാണ് സങ്കരമാകേണ്ടത്, വിത്തല്ല. നമ്മൾ GM സീഡുകളും ഹൈബ്രിഡ് സീഡുകളും കൊണ്ട് വെറുതെ കൃഷി ചെയ്യുകയാണ്. നമ്മൾ വിത്തിന് അല്ലെങ്കിൽ അവരുടെ വലിയൊരു ഇൻഡസ്ട്രിക്ക് നമ്മൾ അടിമപ്പെടുകയാണ്. അത് എന്താ പറയുക, ഫുഡ് വെപ്പൺ എന്നാണ് അതിന് പറയുക. അതായത് ഒരു വിത്ത് വാങ്ങി നമ്മൾ 2000-3000 രൂപയ്ക്കാണ് നമ്മുടെ ഇപ്പോ സലാഡ് വളരി എന്ന് പറയും, നമ്മുടെ കുക്കുംബറിന്റെ ഒക്കെ വിത്തിന്. ഈ വിത്ത് വാങ്ങി കൃഷി ചെയ്താൽ ഒറ്റ പ്രാവശ്യം ഉണ്ടാവുള്ളൂ. വീണ്ടും നമ്മൾ ആ വിത്ത് വാങ്ങാൻ അവന്റെ അടുത്ത് പോകണം. കാരണം അതിൽ മോഡറേഷൻ ചെയ്ത, അതായത് മോഡിഫിക്കേഷൻ ചെയ്ത വിത്താണ്. അത് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് വിത്ത് ഒരിക്കലും റീപ്രൊഡക്ഷൻ വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കില്ല. അതേസമയം നമ്മളുടെ മണ്ണ് ഹൈബ്രിഡ് ആക്കിയാൽ നമുക്ക് പ്രൊഡക്ഷൻ നന്നായി വന്നുകൊണ്ടിരിക്കും. കത്തിക്കരുതെന്ന് നമ്മൾ പറഞ്ഞു, മണ്ണിനെ പുതപ്പിക്കാൻ നമ്മൾ പറഞ്ഞു, കളകളും പാഴ്മരങ്ങളും ശത്രുക്കളല്ല, അവർ മിത്രങ്ങളാണെന്ന് മനസ്സിലാക്കി നമ്മൾ കമ്പോസ്റ്റിംഗ് രീതി പരിചയപ്പെട്ടു. അതുപോലെ അവരെ കമ്പോസ്റ്റ് ആക്കി മാറ്റി അവരെ പുതയിടാൻ ഉപയോഗിക്കുക. വേരുകൾ കൊത്തിക്കളയ്ക്കരുത്, അതായത് നമ്മുടെ റൂട്ട് പ്രോലിഫറേഷൻ നമ്മൾ കണ്ടു. അത് എത്ര പാടുപെട്ടാണ് ഒരു ചെടി അതിന്റെ എന്താ പറയുക, എത്ര ശ്രദ്ധയോടെ അതിന്റെ സൂക്ഷ്മമൂലകങ്ങളും വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് അത് സ്പ്രെഡ് ആകുന്നു. പക്ഷെ നമ്മൾ എത്ര സിമ്പിളായിട്ട് അതിനെ കൊത്തിക്കളയ്ക്കുന്നത്. അതിന് ശാസ്ത്രം പറയുന്നത് വേര് കൊത്തിക്കിളച്ച് വേണം വളമിടാൻ എന്ന് പറയുന്ന അത്രയും എന്താ പറയുക, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അറിവില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷേവ് ചെയ്ത് നമ്മുടെ ടൈൽ മിറ്റങ്ങൾ പോലെയാണ് നമ്മുടെ പറമ്പുകൾ കിടക്കുന്നത് അല്ലേ. അവിടെ മണ്ണിന് ടെമ്പറേച്ചർ കൂടും, പ്രശ്നങ്ങളുണ്ടാവും. സാറേ സ്പീഡ് കൂടുതലുണ്ടോ? കേൾക്കാൻ കുഴപ്പമില്ലോ? എനിക്ക് സ്ലൈഡുകളെ പറ്റി ഒരു വിധമുള്ള ധാരണയുള്ള ഞാൻ പെട്ടെന്ന് സ്പീഡിൽ പോവാണ്. കുഴപ്പമില്ലല്ലോ? ഓക്കെ. ഏകവിള കൃഷി നിഷിദ്ധമാണ്. ഒരു കാരണവശാലും ഏകവിള കൃഷി ചെയ്യരുത്. നമ്മൾ കാണുന്ന എല്ലാ ഏകവിള കൃഷികളും പൂർണ്ണ പരാജയമായ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. റബ്ബർ ആർക്കും വേണ്ട, റബ്ബർ നഷ്ടക്കച്ചവടമായി മാറി. എടുത്തു പറയുന്നു, നമ്മൾ അധികം താമസിയാതെ ഏലവും നഷ്ടകൃഷിയായി മാറും. കാരണം ഏലം കർഷകർ ഇന്നും വൈവിധ്യത്തിലേക്ക് പോകുന്നില്ല, അവർ ഇടവിള കൃഷിയെ പറ്റി ചിന്തിക്കുന്നില്ല, ഹിഡൻ ഹങ്കറിന്റെ പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു. അധികം താമസിക്കാതെ 5 മുതൽ 10 വർഷത്തിനകത്ത് ഏല കർഷകർ മുഴുവൻ ആ കൃഷിയിൽ നിന്ന് ഉപേക്ഷിച്ച് പുറത്തു വരേണ്ട കാലം വരും. അതുകൊണ്ട് ഇന്നു മുതലെങ്കിലും അവരെ ചിന്തിച്ചു തുടങ്ങണം. അതുകൊണ്ട് ഏകവിള കൃഷി നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. രാസവളങ്ങൾ കുറയ്ക്കുക, കീടനാശിനികൾ ഉപയോഗിക്കരുത്. കാരണം നമുക്ക് ആരെയും കൊല്ലാൻ അവകാശമില്ല. നമ്മുടെ ശാസ്ത്രശാഖകളെല്ലാം നമുക്ക് തന്നത് തെറ്റായ അറിവുകളാണെങ്കിൽ നമ്മൾ ഓർക്കുക, നമ്മൾ ആരെയെങ്കിലും കൊന്ന് എന്തെങ്കിലും കാര്യം നേടുന്ന ഒരു അവസ്ഥ ഏതെങ്കിലും രീതി നല്ലതാണോ? അപ്പൊ നമുക്ക് ആരെയും കൊല്ലാൻ അവകാശമില്ല, നമുക്ക് നിയന്ത്രിക്കാം. അപ്പോൾ കീടനാശിനി എന്ന് പറയുമ്പോൾ അവർക്ക് എന്താ പറയുക, കീടങ്ങളെ മാത്രം കൊല്ലാനല്ല അറിയാവുന്ന ഒരു കീടം ചിലപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കീടനാശിനി അടിച്ചാൽ മരിച്ചു പോകും. പക്ഷേ നമ്മുടെ സ്ഥിരമായി ഉപയോഗിക്കുന്ന കീടനാശിനിയുടെ അംശം നമ്മുടെ ഉള്ളിൽ കിടന്നാലോ നമ്മൾ 5 വർഷം കഴിയുമ്പോൾ മരിച്ചു പോകും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ കീടനാശിനി ഉപയോഗിക്കരുത്. അതിന് സിമ്പിളായി പറയാവുന്ന ഒരു ടാഗ് ആണ്, നമുക്ക് കറന്നെടുക്കാം പക്ഷെ കവർന്നെടുക്കരുത്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കവർന്നെടുക്കുക. കാരണം കൃഷി, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അഗ്രി പ്ലസ് കൾച്ചർ എന്ന് പറയും. അതായത് എപ്പോഴും സാറ് പറയുന്നത് 2 കാര്യങ്ങൾ ചേർന്നാണ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അഗ്രിയുമാണ് കൾച്ചറുമാണ്, അതിനൊരു സംസ്കാരമുണ്ട്. ഈ കവർന്നെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ആർത്തിയാണ്. ഈ ആർത്തിക്ക് അടിമപ്പെട്ടാൽ നമുക്ക് അധികകാലം കവർന്നെടുക്കേണ്ടി വരില്ല. എന്നാൽ വേണ്ടത് നമ്മൾ കറന്നെടുക്കുകയാണെങ്കിൽ അത് റിപ്ലനിഷായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കവർന്നെടുക്കരുത്, വേണ്ടത് കറന്നെടുക്കാം. ഈ പ്രാക്ടിക്കലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് മണ്ണിന്റെ pH നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു ടെലസ്കോപ്പിന്റെ കാര്യം പറഞ്ഞു, അത് വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ പച്ചക്കക്ക പൊടിച്ചതായിരിക്കണം അല്ലെങ്കിൽ പഴകിയ കുമ്മായമായിരിക്കണം നമ്മൾ pH കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. അതായത് കാൽസ്യം കാർബണേറ്റ് ആണ് വേണ്ടത്.
കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ല, ഓക്സൈഡ് അല്ല നമുക്ക് വേണ്ടത്. കാർബൺ സൈക്കിൾ നടക്കുന്ന മണ്ണിൽ നമുക്ക് കാർബൺ സൈക്ലിംഗ് നടക്കാൻ സഹായിക്കുന്ന കാർബൺ കണ്ടന്റുള്ള മീഡിയം വേണം. അതാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ മണ്ണിന്റെ കളർ ഹ്യൂമസ് എന്ന് പറയുന്ന നമ്മുടെ കണ്ടന്റുകൾ, അത് നമ്മുടെ ജൈവ മാലിന്യങ്ങള് വിഘടിച്ച് ഏറ്റവും എക്സ്ട്രീം വിഘടനത്തിന് ശേഷം ഉണ്ടാകുന്ന റെസിഡ്യൂസ് ആണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. ഈ കാർബണും ഹ്യൂമസും കൂടുന്നതനുസരിച്ച് മണ്ണിന്റെ കളറ് ബ്ലാക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കാർബൺ ആൻഡ് ഹ്യൂമസിന്റെ കളറിലേക്ക് നമ്മുടെ മണ്ണിന്റെ കളർ പോകണം. അപ്പോൾ ഏകദേശം 3% കാർബൺ നമ്മുടെ മണ്ണിൽ ഉണ്ടാവണമെന്നാണ് കണക്ക്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്തപ്പെട്ടേക്കുന്ന, കേരളത്തിൽ എനിക്ക് പ്രത്യേകിച്ച് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, പക്ഷെ നമുക്ക് വന്ന റിപ്പോർട്ടുകളൊക്കെ ലെസ് ദാൻ 1% ആണ് നമ്മുടെ കാർബൺ കണ്ടന്റ്. ജൈവകൃഷി പറയുന്ന അല്ലെങ്കിൽ ജൈവകൃഷിയിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് 5-ന് മുകളിൽ അല്ലെങ്കിൽ 8-ലേക്കൊക്കെ നമുക്ക് കാർബൺ കണ്ടന്റ് മണ്ണിൽ എത്തിക്കാൻ സാധിച്ചാൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും മണ്ണിൽ ഒഴിക്കാതെ മണ്ണ് അത് സൈക്ലിംഗ് ചെയ്തുകൊള്ളും, അത് സ്വയം പര്യാപ്തത്തിൽ എത്തിക്കൊള്ളുമെന്നാണ്. അടുത്തത്, മണ്ണിലേക്ക് നമുക്ക് കൊഴുപ്പ് വേണം. നമുക്കറിയാം നമുക്ക് ഫാറ്റ് വേണം. നമ്മുടെ പല ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്ത് അബ്സോർബ് ചെയ്യാൻ ഫാറ്റ് സോലുബിൾ ന്യൂട്രിയൻസ് ഉണ്ട്, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഉണ്ട്. അതുപോലെ മണ്ണിലും പല കാര്യങ്ങളും നമുക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ മണ്ണിൽ ഫാറ്റ് വേണം, അതായത് കൊഴുപ്പ് വേണം. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് എല്ലുപൊടി അല്ലെങ്കിൽ ലെതർ മീൽ എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക കട്ടിയുള്ള വളമുണ്ട്, ലെതർ മീൽ എന്ന് പറയും. അതുകൊണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മഗ്നീഷ്യമാണ്. അതായത് മഗ്നീഷ്യത്തിന്റെ കുറവ് നമുക്ക് ശരീരത്ത് കാൽസ്യത്തിന്റെ മഗ്നീഷ്യത്തിന്റെ കുറവിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പോലെ തന്നെ മണ്ണിലും മഗ്നീഷ്യത്തിന്റെ കുറവുണ്ടായാൽ നമ്മളത് റിപ്ലനിഷ് ചെയ്യണം. അതിന് 8 മുതൽ 12% കോൺസെൻട്രേഷനുള്ള ഡോളോമേറ്റ് തന്നെ ഉപയോഗിക്കണം. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഡോളോമേറ്റുകളൊന്നും 4% പോലും കോൺസെൻട്രേഷൻ ഇല്ല. അതിനാൽ നമ്മൾ RCMന്റെ ഷോപ്പിൽ RCM വാങ്ങാൻ ആൾക്കാർ പോയി ചെന്ന് വാങ്ങണമെന്ന് പറയും അല്ലേ. അതായത് എവിടെ RCM ഉണ്ടോ നമ്മൾ RCMന്റെ ഷോപ്പുകൾ തപ്പി നടന്ന് വാങ്ങും. കാരണം നമുക്ക് RCM വേണം. കാരണം നമ്മളുടെ ആവശ്യമാണ് RCM അല്ലെ, നമ്മുടെ തലമുറയുടെ ആവശ്യമാണ് RCM. എന്ന് പറഞ്ഞതുപോലെ നല്ല സാധനം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിന് വേണ്ട നല്ല സാധനം പോയി കണ്ടുപിടിക്കണം. അപ്പൊ 8% മേളിലുള്ള ഡോളമേറ്റ് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ അവിടെ പോയി വാങ്ങണം. ചിലപ്പോൾ 50 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വരും. ആ 50 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന് 50 എന്താ പറയാ വർഷം കൂടെ മൈലേജ് കൂട്ടാൻ നമുക്ക് സഹായിക്കുമെന്ന് മനസ്സിലാക്കുക. പ്രാക്ടിക്കൽ ലെസൺസ് ആയിട്ട് ഓർക്കേണ്ട കാര്യം, യൂറിയ വേണം മണ്ണിൽ. അതും ഓർഗാനിക്കലി കിട്ടാൻ നമുക്ക് എളുപ്പമുള്ള മാർഗം നമ്മുടെ മൃഗങ്ങളുടെ എന്താ പറയുക വേസ്റ്റ് മൂത്രങ്ങൾ, അതുപോലെ കോഴിയുടെ വളം പോലുള്ള കോഴിവളത്തിന്റെ മുകളിൽ കാണാൻ ഒരു വെള്ള കളറിലുള്ളതൊക്കെ യൂറിയയാണ്. അപ്പം അത് നമുക്ക് യൂറിയ കിട്ടും. അതുപോലെ പ്രോട്ടീൻ, നമ്മൾക്ക് പ്രോട്ടീൻ വേണ്ട പോലെ തന്നെ മണ്ണിൽ പ്രോട്ടീൻ വേണം. കാരണം അമിനോ ആസിഡ്സ് ആണ് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അമിനോ ആസിഡ്സിന്റെ കണ്ടന്റ് കുറയുമ്പോൾ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് മണ്ണിൽ കുറയും. ആ പ്രോട്ടീനെ റിപ്ലനിഷ് ചെയ്യാൻ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു സപ്ലിമെന്റ് ആണ് കടലപ്പിണ്ണാക്ക്. ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കടലപ്പിണ്ണാക്ക് നല്ലതാണെന്ന് നോക്കി വാങ്ങുക. കാരണം നല്ല കടലപ്പിണ്ണാക്കിന് 60 രൂപ കിലോയ്ക്ക് വിലയുണ്ടാവും. അത് നോക്കി വാങ്ങണം. പിന്നെ നമ്മൾ നേരിട്ട് ഉപ്പ് മണ്ണിലേക്ക് ഉപയോഗിക്കരുത്. ആൾക്കാർ കാണിക്കുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ഉപ്പ് വാരി മണ്ണിലേക്ക് ഇടും. തെങ്ങ് കർഷകർ വാരി ഉപ്പ് മണ്ണിലേക്ക് ഇടാറുണ്ട്. പക്ഷെ അങ്ങനെ മണ്ണിലേക്ക് ഇടരുത്. അങ്ങനെ മണ്ണിലേക്ക് ഇട്ടാൽ ആ സോഡിയം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആവാൻ സമയമെടുക്കും. അത് മറ്റ് മൂലകങ്ങളെ ഇൻഹിബിറ്റ് ചെയ്യും, അവരെ എന്താ പറയുക ഇനാക്റ്റീവ് ആക്കി മാറ്റും. അതുകൊണ്ട് നമ്മളൊരു വളത്തിന്റെ പ്രയോഗത്തിന്റെ കൂട്ടത്തിലാണെങ്കിൽ അത് നന്നായിരിക്കും. അതാണ് ഫിഷ് മെനു, അതായത് നമ്മുടെ മീൻ വളത്തിന്റെ കൂടെ ഉപ്പ് ചേർത്തിട്ടാൽ നമുക്കത് അളവ് കറക്റ്റായിട്ട് മണ്ണിലത് മാനേജ് ചെയ്ത് പോകാൻ മണ്ണിന് സാധിക്കും. ഇനിയും പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യേണ്ടത്, ഫെർട്ടിലൈസറുകൾ നമ്മൾ ഓയിൽ കേക്ക്, നീം കേക്ക്, ഗ്രൗണ്ട് നെറ്റ് കേക്ക്, മരവട്ടി പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക്, ബോൺ മീൽ, ലെതർ മീൽ, ഫിഷ് മീൽ പറഞ്ഞു. ഇനി ആനിമൽ വേസ്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് പെസ്റ്റിസൈഡുകൾ, നമുക്ക് ഓർഗാനിക് പെസ്റ്റിസൈഡ് ഉപയോഗിക്കുക. കഴിയുന്നത്ര നമ്മൾ എന്താ പറയുക പുറത്തുള്ള ഒരു പെസ്റ്റിസൈഡ് വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും നല്ല പെസ്റ്റിസൈഡുകൾ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, RCM തന്നെയുണ്ട്. നമുക്കത് കാണാം, അങ്ങോട്ട് പോകുമ്പോൾ കാണാം. അതിൻ്റെ കൂടെ നമുക്ക് നീം ഓയിൽ നമുക്ക് ഒത്തിരി നല്ലതാണ്. കാരണം ഏത് പെസ്റ്റിസൈഡിന്റെ കൂടെ നമുക്ക് നീം ഓയിൽ ചേർക്കാൻ പറ്റിയാൽ നമുക്ക് കുറച്ചുകൂടെ റിസൾട്ട് കൂടുതൽ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ കൃഷി അല്ലെങ്കിൽ ഒരു സസ്യം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും. രണ്ട് തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. അതായത് ബയോട്ടിക് സ്ട്രെസ് ഉണ്ട്, അബയോട്ടിക് സ്ട്രെസ് ഉണ്ട്. അതായത് രണ്ട് കാര്യങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കും. മണ്ണിന്റെ ഘടന മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം വലത്തുവശം നോക്കും, ടെമ്പറേച്ചർ, ഡ്രോട്ട്, കോൾഡ്, ഹീറ്റ്, സലൈനിറ്റി ആൻഡ് ലൈറ്റ്. ഇത് 6 നമുക്ക്
കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇന്നത്തെ കാലത്താണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം എന്താ പറയുക, മണിക്കൂറുകൾ വ്യത്യാസത്തിൽ നമുക്ക് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബയോട്ടിക് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടുകൾ മൂലം ആ മണ്ണിലുണ്ടാവുന്ന മാറ്റത്തിന്റെ അല്ലെങ്കിൽ ടോപ്പ് സോയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നമാണ് ഈ പറഞ്ഞ ബയോട്ടിക് സ്ട്രെസ്. ഇനി നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് റെയിൻ ആൻഡ് ന്യൂട്രിയൻ ലീച്ചിങ്. നമ്മൾ അമിതമായ മഴ, അതായത് എത്രയും പെട്ടെന്ന് ഒരു ദിവസം പെയ്യേണ്ട മഴ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് പെയ്യുക, മേൽമണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ മേൽമണ്ണിലെ ഗുണമുള്ള സാധനങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന അവസ്ഥ ഇന്ന് ഏറ്റവും കോമൺ ആയ ഒരു കാര്യമാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമാണ്. ഇവിടെയാണ് നമ്മൾ RCMന്റെ അല്ലെങ്കിൽ ഹരിത സഞ്ജീവനിയുടെ ഉൽപ്പന്നങ്ങളുടെ പ്രസക്തിയിലേക്ക് വരുന്നത്. കാരണം എന്താണ് ഇവ ചെയ്യുന്നത്? അതായത് നമുക്ക് ഇഷ്ടംപോലെ വളങ്ങളുണ്ട്, വളം പ്രയോഗിക്കുന്നുണ്ട്, കുമ്മായ ഇടുന്നുണ്ട്, വേപ്പിൻപിണ്ണാക്ക് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആനുവൽ മെനുവർ ഇടുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ലീച്ച് ചെയ്തു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ മണ്ണിൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാകുന്ന സമയത്ത് RCMൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? നമ്മൾ ആഹാരം നല്ലത് കഴിക്കുന്നുണ്ട്, പക്ഷേ ആഹാരത്തിൽ വരുന്ന കുറവ് നികത്താൻ നമ്മൾ എന്താ കഴിക്കുക? ന്യൂട്രീഷൻ കഴിക്കും, അല്ലേ? നമ്മൾ ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകൾ കഴിക്കേണ്ട ആവശ്യകത RCMൽ ആരെയും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മണ്ണിൽ എന്തെങ്കിലും നന്നായി ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്, അതുപോലെ ബയോ സ്റ്റിമുലൻസ് ഇല്ലാതെ സാധിക്കില്ല. ഇല്ലെങ്കിൽ നമുക്ക് 6 മാസം കൊണ്ട് ഉണ്ടാവേണ്ട വിളവ് നമുക്ക് 9-12 മാസത്തിലേക്ക് എത്തും. അത്രയും സ്ട്രെച്ച് ആകുമ്പോൾ കാലാവസ്ഥ മാറും. ആ കാലാവസ്ഥ മാറുമ്പോൾ നമ്മുടെ ഈൽഡിൽ വ്യത്യാസം വരും. അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്കുള്ള സപ്ലിമെന്റ്സുകളാണ് ഹ്യൂമിക് ആൻഡ് ഫൊളിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മുടെ മണ്ണിന്റെ ഡീകമ്പോസിഷന്റെ അകത്തുള്ള എല്ലാ മെറ്റീരിയൽസും ഡീകമ്പോസിഷൻ ആക്റ്റീവ് ആക്കി കൊടുത്ത് ഓർഗാനിക് മാറ്ററിനെ ഇൻക്രീസ് ചെയ്ത് നമ്മുടെ മണ്ണിലെ മൈക്രോബിയൽ റെസിഡ്യൂവിനെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൊടുക്കാൻ, പ്ലാന്റിനെടുക്കാൻ, അതായത് നമ്മുടെ സസ്യത്തിനെടുക്കാൻ പാകത്തിലാക്കി കൊടുക്കാൻ പറ്റുന്ന സ്റ്റിമുലേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ആണ് ഹ്യൂമിക് ആൻഡ് ഫൊളിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ സീവീഡ് എക്സ്ട്രാക്ട്, അതായത് കടൽ പായലിന്റെ എക്സ്ട്രാക്റ്റുകൾ, അതുപോലെ ലിക്വിഡ് മാനുവർ കമ്പോസ്റ്റിംഗ്, നമ്മുടെ കമ്പോസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയ ലിക്വിഡ്സ് നമുക്ക് കണ്ടിരുന്നു. നമ്മുടെ അടുക്കള വേസ്റ്റ് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്ലറി വരുമെന്ന് പറഞ്ഞിരുന്നു, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയ ആൻഡ് ഫംഗൈ നമ്മൾ ആദ്യം പറഞ്ഞു, നമുക്ക് സ്യൂഡോമോണസ് അല്ലെങ്കിൽ നമ്മുടെ ട്രൈക്കോഡെർമ എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇതില്ലാതെ നടക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇതേ സാധനം നമുക്ക് വേണമെന്ന് പറയുന്നത്. ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഈ ബയോ എഫക്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോർമലി നോൺ ആസ് ബയോ സ്റ്റിമുലൻസ്, ഇവർ ചെയ്യുന്നത് ഈ പ്ലാന്റിന്റെ റെസിലിയൻസ്, അതായത് പ്രതിരോധ ശക്തിയെ കൂട്ടുകയാണ്. കാരണം ഈ അഡ്വേഴ്സ് കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ന്യൂട്രിയൻ മാനേജ്മെന്റ് കുറയുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകാതെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ ഈ സ്റ്റിമുലൻസ് അല്ലെങ്കിൽ ഈ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് നല്ലൊരു റോൾ വഹിക്കും. കാരണം അത് അവരുടെ പ്ലാന്റിന്റെ ടിഷ്യൂസിൽ വരെ കടന്നു ചെന്ന് അവർക്ക് വേണ്ട സപ്ലിമെന്റേഷൻ അവിടെ കൊടുക്കാൻ, വിഘടിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ കൂടാതെ മണ്ണിൽ കിടക്കുന്ന ന്യൂട്രീഷൻസ് പെട്ടെന്ന് വലിച്ചെടുക്കാൻ അവരെ സഹായിക്കും. നമുക്ക് 3 മുതൽ 6 ആഴ്ച കൊണ്ട് എടുക്കേണ്ട, അല്ലെങ്കിൽ താമസത്തിൽ വരുന്ന, അല്ലെങ്കിൽ അത്രയും ഡിലേ ആവുന്ന പ്രോസസ്സിനെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കി അവർക്ക് എടുക്കാൻ, പാകത്തിലാക്കി കൊടുക്കാൻ ഇതിന് വലിയൊരു റോളുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഗ്രോത്തും അതുപോലെ സ്ട്രെസ്, നമുക്ക് കണ്ട 2 തരം സ്ട്രെസ് ഉണ്ട്. ബയോട്ടിക് സ്ട്രെസ് ഉണ്ട്, അബയോട്ടിക് സ്ട്രെസ് ഉണ്ട്. ഈ 2 സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ, ടോളറൻസ് ലെവൽ കൂട്ടാൻ, ക്രോപ്പ് ക്വാളിറ്റി കൂട്ടാൻ ഈ സ്റ്റിമുലൻസ് വലിയ ഒരു പങ്കുണ്ട്. ഇന്ന് നമ്മുടെ റെസിഡ്യൂസ് റെഡ്യൂസ് നീഡ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, അതായത് നമുക്ക് ബയോ സ്റ്റിമുലൻസ് ഉപയോഗിച്ചുള്ള ഗുണം എന്താണ്? അതായത് നമ്മളിപ്പം 2 കിലോ വളം മണ്ണിലേക്ക് ഇടുന്നു, ഒരു തെങ്ങിനിടുന്നു. ഈ 2 കിലോ വളത്തിൽ 1 കിലോ വളം പോലും ചിലപ്പോൾ നമ്മുടെ മണ്ണിന്റെ ഘടനയോട് തെങ്ങ് എടുക്കില്ല. അതവിടെ വേസ്റ്റ് ആയി പോവുകയാണ്. ഈ വേസ്റ്റ് ആയി പോകുന്നത് എന്താണ്? ഇതിന്റെ കൂടെ കൊടുക്കുന്ന കാരിയേഴ്സ് ആണ് വേസ്റ്റ് ആകുന്നത് ഏറ്റവും കൂടുതൽ. ഈ കാരിയേഴ്സ് അവിടെ കിടന്ന് എന്ത് ചെയ്യും? ഈ കാരിയേഴ്സ് മിക്കവാറും എന്താ പറയുക, സോൾട്ട് ബേസ് ആയിട്ടുള്ള രാസപദാർത്ഥങ്ങളാണ് കാരിയേഴ്സ് ആയിട്ട് വരുന്നത്. അതവിടെ കിടന്ന് അവിടെ നമുക്ക് ചെടിക്ക് കിട്ടേണ്ട എല്ലാ എന്താ പറയുക, നമ്മുടെ മിനറൽസിനെയും ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ അത് സസ്യത്തിന് എടുക്കാൻ പറ്റാതെ വരും. മണ്ണ് ഹാർഡാവും, വാട്ടർ അബ്സോർപ്ഷൻ കുറയും. അത് നമ്മുടെ ചെടിക്ക് ഉണ്ടാവുന്ന ടോളറൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളത്തിന്റെ പകുതി പോലും ചെടി എടുക്കാത്ത അവസ്ഥ. ഇന്ന് എപ്പോഴും പറയുന്ന കാര്യമല്ലേ, വളത്തിന് എന്താ വില, വളമിട്ട് എങ്ങനെ മുതലാക്കാനെന്ന് ചോദിക്കും അല്ലേ? ആ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ വളപ്രയോഗം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഈ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്, സ്റ്റിമുലൻസുകൾ ഉപയോഗിച്ച് കൊടുത്താൽ നമുക്ക് കൊടുക്കുന്ന വളം 100% അല്ലെങ്കിൽ 75 മുതൽ 80% ചെടി എടുക്കും. അപ്പോൾ നമ്മൾ
കൊടുക്കേണ്ട വളത്തിന്റെ അളവ് നമുക്ക് കുറച്ച് നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാൻ ഒത്തിരി സഹായിക്കും. അങ്ങനെ നമുക്ക് സോയിലിനെ റീബിൽഡ് ചെയ്യാൻ, നമുക്ക് ബെറ്റർ ഈൽഡിലേക്ക് എത്തിക്കാൻ നമുക്ക് ഇത് സഹായിക്കും. ന്യൂട്രിയൻ ഇൻകോർപ്പറേഷൻ എന്ന് വെച്ചാൽ മണ്ണിൽ കിടക്കുന്ന ഇപ്പം നൈട്രജൻ നൈട്രേറ്റ് ആയിട്ടോ അങ്ങനെ മാറ്റിയെടുക്കുന്ന സിസ്റ്റം. ഇപ്പൊ അമിനോ ആസിഡ് നമുക്ക് പ്രോട്ടീൻ ആക്കി മാറ്റുന്നത് നൈട്രജനെയാണ് മാറ്റിയെടുക്കുന്നത്. ഈ നൈട്രജനെ മാറ്റിയെടുക്കുന്ന പ്രോസസ്സ് ഏറ്റവും സ്പീഡാക്കി എടുക്കാൻ, അതുപോലെ ഓരോ മിനറൽസിന്റെയും ന്യൂട്രീഷൻ അല്ലെങ്കിൽ ന്യൂട്രിയൻസിന്റെ ഇൻകോർപ്പറേഷൻ, അതിന്റെ ചെയിൻ കണക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുന്നതും ബ്രേക്ക് ചെയ്യുന്നതിനുള്ള പ്രോസസ്സുകൾ ഏതൊക്കെ നടക്കണമോ അതിനെല്ലാം വൃത്തിയാക്കി ചെയ്യാൻ അല്ലെങ്കിൽ നടത്തി കൊടുക്കാൻ ഈ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിന് വലിയൊരു റോള് വഹിക്കാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റാതിരുന്നാൽ ചെടി തന്നെ ഇത് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ റൂട്ടുകളിൽ ഇതിന്റെ പ്രോസസ്സ് നടക്കേണ്ടി വരുന്ന സമയത്ത് അവർക്ക് സ്ട്രെസ് കൂടുകയാണ്. കാരണം നമുക്ക് ആഹാരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ആഹാരം എടുക്കാൻ വേണ്ടി കൂടുതൽ എനർജി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു അല്ലേ. നമ്മളിപ്പോൾ ദൂരെ ഒരു സ്ഥലത്താണ് ആഹാരം, നമ്മൾ അവിടെ സൈക്കിൾ കെട്ടി പോകണം, അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് പോകണം, അതുവരെ വിശന്നിരിക്കും എന്ന് പറഞ്ഞോണക്ക് അവരത്രയും സ്ട്രെയിൻ എടുക്കുകയാണ് അതിനെ പാകം ചെയ്തെടുക്കാൻ വേണ്ടി. ആ സ്ട്രെയിൻ എവിടെ ബാധിക്കും? അവിടെ ചെടിയിലുണ്ടാകുന്ന ഫ്ലവറിങ്ങില്, ഫ്രൂട്ട് സെറ്റിങ്ങില്, ഫ്രൂട്ടിന്റെ ക്വാളിറ്റിയിലെല്ലാം അത് ബാധിക്കും. എന്നാൽ അവിടെ നമ്മൾ നമ്മുടെ ഇടപെടലിലൂടെ അത് എളുപ്പമാക്കി കൊടുത്താലോ എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ അവിടെ കിട്ടും. ചെടിയുടെ ആരോഗ്യം കുറയുമ്പോഴാണ് പെസ്റ്റുകൾ വരുന്നത്. അങ്ങനെ ചെടി മറ്റു കാര്യത്തിലേക്ക് എനർജിയെ ഡിപ്ലോയ് ചെയ്ത് മാറ്റുമ്പോൾ അവർക്ക് ആരോഗ്യം കുറയും. ആരോഗ്യം കുറയുമ്പോൾ അവിടെ പെസ്റ്റുകൾ അറ്റാക്ക് ചെയ്യും. ഇനി പെസ്റ്റിസൈഡും ഫംഗിസ്റ്റാറ്റിക്കും. നമുക്ക് പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പെസ്റ്റിസൈഡിന്റെ പേര് മരുന്നെന്നാണ് അല്ലെ. നമ്മളെല്ലാവരും പറയുന്ന പേര് മരുന്നെന്നാണ്. അപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നത് മരുന്നാണ്, നമ്മുടെ വിഷക്കടയിൽ കിട്ടുന്നത് മരുന്നാണ്. ആ ലെവലിലേക്ക് എത്തിപ്പോയി. അപ്പം നമ്മുടെ കിഴക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ മേലെ മരുന്നടിക്കുക എന്ന് പറയും. അതേ അവർ പറയുന്നുള്ളൂ. അപ്പൊ ഏത് മരുന്നാന്ന് അറിയില്ല. ഇപ്പൊ മനുഷ്യന് മരുന്നടിക്കാൻ തുടങ്ങിയ അവസ്ഥയാണ്. ഈ ഫംഗിസ്റ്റാറ്റിക് എന്ന് പറയുന്നത് അവരുടെ ഈ ഫംഗസിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ശരിക്കും നമുക്ക് ഒന്നിനെയും കൊല്ലാൻ അവകാശമില്ലെന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഒന്നിനെ കൊന്നാൽ അതിന് വീണ്ടും അതിന്റെ റെസിലിയൻസോടെ അത് വേറൊരു ഫോമിൽ കടന്നു വരും അല്ലെ. അപ്പൊ നമ്മൾ അതിനെ നിയന്ത്രിച്ച് നിർത്തുകയാണെങ്കിൽ അവർ ഇവിടുന്ന് മാറി അടുത്തടുത്തേക്ക് പോയി അങ്ങനെ മാറി നിൽക്കും. അപ്പോൾ ഈ ഫംഗിസ്റ്റാറ്റിക് ചെയ്യുന്ന അതാണ്, അവരുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്ത് ഫംഗലായിട്ടുള്ള പാത്തജൻസിനെ അവര് കൂടുതൽ ഉണ്ടാവാത്ത രീതിയിൽ തടയാൻ സഹായിക്കും. അതുപോലെ നമ്മൾ എന്താ പറയുക, പലതരം ഈ മെറ്റബോളിസം തടഞ്ഞ്, അതായത് അവരുടെ ഈ പെസ്റ്റിസൈഡുകളുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കാതെ അവര് പെറ്റുപെരുകാതെ അല്ലെങ്കിൽ അവര് ജീവനാശം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറും. അതായത് റീപ്രൊഡക്ഷൻ അവരെ കൺട്രോൾ ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ അവര് പെറ്റുപെരുകാതെ അത് നിയന്ത്രണത്തിലേക്ക് മാറും. ഇനി നമ്മുടെ പോഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അറിയാം, നമ്മുടെ പ്രൈമറി ന്യൂട്രിയൻസ് ആണ് താഴെ കാണിക്കുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്. നമ്മുടെ അന്തരീക്ഷത്തിന് വേണ്ടതാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പിന്നെ നമുക്ക് NPK ആണ്. അത് കഴിഞ്ഞ് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. എല്ലാവർക്കും അറിയാവുന്നതാണ്. സൂക്ഷ്മമൂലകങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഇത്രയും 6ഓളം അല്ലെങ്കിൽ 8ഓളം മിനിമം സൂക്ഷ്മമൂലകങ്ങൾ നമുക്ക് നമ്മുടെ ചെടികൾക്ക് വേണം. ഏകദേശം ട്രേസ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഏകദേശം 108ഓളം ഉണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ട സൂക്ഷ്മമൂലകങ്ങൾ 8 ആണെങ്കിൽ നമുക്ക് വേണ്ട ട്രേസ് എലമെന്റ്സ് 108 ആണ്. ഇതെല്ലാം മണ്ണിൽ ഡിപ്ലീറ്റ് ആയി പോയിട്ടുണ്ട്. നമ്മളിതൊക്കെ റീപ്ലേസ് ചെയ്യാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ വരും ജനറേഷൻ സഫർ ചെയ്യുമെന്ന് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ ഒരു സ്റ്റെതസ്കോപ്പ് കാണിച്ചിരുന്നു. അതിന്റെ അളവുകോലാണ് ഈ pH എന്ന് പറയുന്നത്. നോക്കൂ, ആ pH 7.5 എന്ന ബ്ലാക്ക് മാർക്ക് കാണിച്ചേക്കുന്നതിന്റെ ആ ഒരു വെർട്ടിക്കലി നോക്കൂ. അവിടെയാണ് ഈ പറഞ്ഞ ഓരോ മൂലകങ്ങളുടെയും അസിമിലേഷൻ കൂടുതലുള്ളത് അല്ലേ. അതിൽ നിന്ന് പുറകോട്ട് മാറുമ്പോൾ 7 നിന്ന് 6, 5.5 മാറുമ്പോൾ മറ്റൊരു മൂലകത്തിന്റെ അളവ് കൂടുന്നു. അത് ആ ഒരു മൂലകം കൊണ്ട് വളർന്ന ചെടിക്ക് ആവശ്യമായിരിക്കും. പക്ഷേ കൂടുതൽ മൂലകങ്ങൾക്കും എല്ലാ മൂലകങ്ങളുടെ സപ്ലിമെന്റേഷനും ഏറ്റവും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 6.5 മുതൽ ഏകദേശം 7.5 വരെയാണ് അല്ലേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മുടെ pH എന്ന് പറയുന്ന ആരോഗ്യനാഥൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലും നമ്മുടെ ബ്ലഡിലെ pH, നമ്മുടെ കുടിവെള്ളത്തിലെ pH, മണ്ണിലെ pH. ഈ pH എന്ന് പറയുന്ന പൊട്ടൻഷ്യേറ്റഡ് ഹൈഡ്രജൻ എന്ന് പറയുന്ന അതിന്റെ റേറ്റ് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ കൃഷി ലാഭകരമാകും. ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേറെ എങ്ങും പോകണ്ട. നമ്മുടെ ഏറ്റവും സസ്യജാലങ്ങളെ പോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ജന്തുജാലമാണ് മത്സ്യം എന്ന് പറയുന്നത്. അവരുടെ ജീവനും ഒരു പ്രശ്നം ഉണ്ടാകും. 3 ആൾക്കാരും നമ്മൾ സൗഹൃദത്തോടെ വസിക്കാൻ, ആരോഗ്യത്തോടെ ജീവിക്കാൻ pH എന്ന് പറയുന്നത്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മിനറൽ മാനേജ്മെന്റ്, ഇതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഈ ആന്റഗോണിസം എന്ന് പറഞ്ഞാൽ പരസ്പരം റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ വിഘടിച്ച് നിൽക്കുക അല്ലെങ്കിൽ അറ്റാച്ച് ആയി നിൽക്കുക. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ 4 തരത്തിലുള്ള 4 കളത്തിലും കാണിച്ചിരിക്കുന്ന ഈ മിനറലുകൾ അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കേണ്ട സാധനങ്ങളുണ്ട്, എന്നാൽ ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. അത് നടക്കാതെ പോയാൽ, ഏതെങ്കിലും ഒരു പാർട്ട് മേജർ ആയി പോയാൽ അവിടെ നമുക്ക് അബ്സോർപ്ഷൻ നടക്കില്ല, അവിടെ മണ്ണിന്റെ ഘടന മാറും. ഈ മാനേജ്മെന്റും ഈ മിനറൽ മാനേജ്മെന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മുടെ ഫോക്കസ് എന്താണ്? ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. നമ്മൾ പ്ലാന്റിനെ പറ്റി ഡിസ്കസ് ചെയ്തോ? നമ്മള് ഒരല്പം മാത്രമേ നമ്മൾ റൂട്ടിനെ പറ്റി, നമ്മുടെ സീഡിനെ പറ്റി പോലും പറഞ്ഞുള്ളൂ. നമ്മൾ പറഞ്ഞത് മുഴുവൻ ആരെ പറ്റിയാണ്? മണ്ണിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എവിടെയാണ് പണിയേണ്ടത്? നമ്മൾ മണ്ണിലാണ് നമ്മുടെ ജോലി എടുക്കേണ്ടത്. ഫീഡിങ് ദ സോയിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ മോസ്റ്റ് പ്രയോറിറ്റി ദാൻ ഫീഡിങ് ദ പ്ലാന്റ്. ഇവിടെയാണ് ഏറ്റവും എഫക്റ്റീവായി നമുക്ക് കിട്ടുന്ന നമ്മുടെ RCM കൂടി നമുക്ക് കിട്ടുന്ന ഹരിത സഞ്ജീവനി എന്ന പ്രൊഡക്റ്റുകളുടെ ശ്രേണി നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗുണം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എല്ലാവർക്കും പ്രൊഡക്റ്റുകൾ അറിയായിരിക്കും. നമ്മുടെ ഒരു ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം കംപ്ലീറ്റ് എൻവയോൺമെന്റിനെ ഒരുപോലെ സഹവർത്തിത്വത്തോടെ, സ്നേഹത്തോടെ, അല്ലെങ്കിൽ പരസ്പരം സഹകരിച്ച് നിൽക്കുന്ന ഒരു എൻവയോൺമെന്റിലൂടെ മണ്ണിന്റെ ആരോഗ്യം ഉറപ്പാക്കി, ചെടിയുടെ ആരോഗ്യം ഉറപ്പാക്കി, നമ്മുടെ ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യം അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുക എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ എന്നുള്ളതാണ് നമ്മുടെ മിഷൻ. നമ്മള് RCMന്റെ ഹരിത സഞ്ജീവനി എന്ന് പറയുന്ന ഡിവിഷനിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വളം. വളരെ രസകരമായി തോന്നിയ ഒരു കാര്യത്തിന് കൂടെ പറഞ്ഞോട്ടെ. എന്നെ ഒരു 6 മാസം മുമ്പ് ആരോ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഒരു മാഡം എന്നെ ആദ്യം വിളിച്ചു. അത് വിളിച്ചിട്ട് ചോദിച്ചത്, നമ്മുടെ വളത്തിന്റെ ആളല്ലേ? വളത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. മാഡം പറഞ്ഞു, വളത്തിന്റെ ആളല്ല, വളം എന്ന് പറയുന്ന സാധനം നമുക്കില്ല. വളമില്ലേ? എനിക്ക് വളമാന്ന് പറഞ്ഞാൽ കുറെ സാധനം പറ്റിച്ചിട്ട് പോയി. അപ്പൊ പറഞ്ഞു കൊടുത്തതിന്റെ വ്യത്യാസം, ഇതെല്ലാം വളമാണെന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് വളം, എന്താണ് നമ്മുടെ സ്റ്റിമുലിൽ നിന്ന് വ്യത്യാസം മനസ്സിലാക്കണം. അതുപോലെ ഒരു 9 മാസം മുമ്പ് എന്നെ 8 മാസം എന്നെ ആൾ വിളിച്ചിട്ട് ചോദിച്ചതാണ്, സാറല്ലേ മൃതസഞ്ജീവയുടെ ആള്? ഞാൻ പറഞ്ഞു, ഞാൻ മൃതസഞ്ജീവയുടെ ആളല്ല. അല്ല, ഒരാൾ കൊണ്ട് സാധനം എന്നിട്ട് ഈ പുള്ളിയെ വിളിച്ചാൽ മതി, ഈ പുള്ളി മൃതസഞ്ജീവയുടെ കാര്യം പറഞ്ഞു തരുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞൊക്കെ. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആർക്കാണ് കൊടുക്കുന്നത്, എന്തിനാണ് കൊടുക്കുന്നത് അറിയാതെ ദയവ് ചെയ്ത് നമ്മൾ ഈ സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്യരുത്. അപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അന്നേരം നമുക്ക് ഇതിന്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. നമുക്ക് ഫെർട്ടിലൈസർ കാറ്റഗറിയിൽ, വളത്തിന്റെ കാറ്റഗറിയിൽ നമുക്ക് കൊടുക്കാൻ 2 ഉൽപ്പന്നങ്ങളേ ഉള്ളൂ. അത് നമ്മുടെ ഗാർഡൻ ഗോൾഡ് എന്ന് പറയുന്ന ഏറ്റവും എൻറിച്ച്ഡ് ആയിട്ടുള്ള കമ്പോസ്റ്റ് ഫെർട്ടിലൈസർ ആണ്. അതില് ഏറ്റവും നന്നായി ഡീകമ്പോസ്, അതായത് ഹ്യൂമസ് ഏറ്റവും കറക്റ്റ്, ഹ്യൂമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീകമ്പോസിഷന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഈ ഹ്യൂമസ് ഏറ്റവും നന്നായിട്ടുള്ള ഡീകമ്പോസ്ഡ് കമ്പോസ്റ്റ് ഉണ്ട്. അതിനകത്ത് വെർമി കമ്പോസ്റ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് പെസ്റ്റ് കൺട്രോൾ നമുക്ക് നീം, അതായത് നമ്മുടെ വേപ്പെണ്ണ ഉപയോഗിക്കാവുന്ന. എന്നാൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് മണ്ണിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സപ്ലിമെന്റ് ആണ് വേപ്പിന്റെ കുരു. വേപ്പിന്റെ കുരു പൊടിച്ചത് ഇതിന് ചേർത്തിട്ടുണ്ട്. അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ മണ്ണിലെ പ്രോട്ടീൻ സിന്തസിസ് നടക്കാൻ, അതായത് നൈട്രജനെ പ്രോട്ടീൻ ആക്കി മാറ്റാൻ ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന അമിനോ ആസിഡ്സ്. അതായത് നമ്മുടെ ശരീരത്തും അമിനോ ആസിഡ്സ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. നമ്മുടെ സപ്ലിമെന്റേഷൻസിൽ പ്രൊഡക്റ്റുകൾ നമുക്ക് അമിനോ ആസിഡ്സ് ഉള്ളത് നമുക്കറിയാം. അതും നമ്മുടെ ഗാർഡൻ ഗോൾഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ സോലുബിൾ ഹ്യൂമേറ്റ്സ് ആൻഡ് ഫൾവിക് ആസിഡ്. ഈ ഫൾവിക് ആസിഡ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഡീകമ്പോസിഷൻ ഓഫ് മിനറൽസിനെ ഫൾവിക് ആസിഡ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതും ചേർന്ന ഏറ്റവും നല്ലൊരു ഡീകമ്പോസിഷൻ മെത്തേഡിൽ ഉണ്ടായിട്ടുള്ള ഒരു കമ്പോസ്റ്റ് വളമാണ് ഗാർഡൻ ഗോൾഡ്. 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ നമ്മൾ ഉപയോഗിച്ചാൽ ഏറ്റവും നന്നായിട്ട് നമ്മുടെ പച്ചക്കറികൾ വളർത്താൻ പറ്റുന്ന ഒരു നല്ല സപ്ലിമെന്റേഷൻ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഗാർഡൻ ഗോൾഡ്. അത് ചെറിയ പച്ചക്കറി തോട്ടത്തിന്റെ ഒക്കെ താഴെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ ഉണ്ടാക്കാൻ അറിയാം, നമ്മുടെ ജൈവ കമ്പോസ്റ്റ് വളങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവാമൃതം ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട്, പഞ്ചഗവ്യം ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട്. അവയൊക്കെ ഉണ്ടാക്കിയ ശേഷം അവ നേർപ്പിച്ച ലായനിയിലേക്ക് നമുക്ക് ഈ ഗാർഡൻ ഗോൾഡും ചേർത്ത് കൊടുക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. ഇനിയും ഏത് ഓർഗാനിക് വളങ്ങളുടെ കൂടെയും കൊടുക്കാം.
കമ്പോസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോഴും കമ്പോസ്റ്റ് വളങ്ങൾ കൊടുക്കുമ്പോഴും നമ്മുടെ ഗാർഡൻ കോഡ് ചേർത്ത് കൊടുത്താൽ ഈ കമ്പോസ്റ്റിംഗ് മെത്തേഡ് ഭയങ്കര ഫാസ്റ്റായി വർക്ക് ചെയ്യും. കാരണം ഈ കമ്പോസ്റ്റിംഗ് മെത്തേഡുകൾക്കകത്തെല്ലാം വേണ്ട ജൈവ അല്ലെങ്കിൽ ജീവനുള്ള ഉൽപ്പന്നങ്ങളിനകത്തുണ്ട്. നിങ്ങൾക്ക് കാണാതിരിക്കും. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? കാണാമോ? കാണാം. ഓക്കെ, ഇതിലൊരു ഹോൾ ആൾക്കാർ കാണാൻ പറ്റും. ഇതൊരു ഹോളുണ്ട്, ശ്രദ്ധിച്ചറിയാം. നിങ്ങൾ ഗാർഡൻ ഗോൾഡ് പാക്കറ്റ് എടുക്കുമ്പോൾ ഇതിൽ കൈ തൊട്ട് നോക്കിയാലും ഹോള് കൊടുത്തിട്ടുണ്ട്. അതായത് ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് ഇതിനകത്തുള്ള സൂക്ഷ്മാണുക്കൾക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഹോൾ ഇട്ടാണ് ഈ പ്രൊഡക്റ്റ് തന്നിരിക്കുന്നത്. അത് ലൈവാണ്. ഏകദേശം 3 മാസം വരെ നമ്മൾ പൊട്ടിച്ച് വെച്ചാൽ ഇത് ഡ്രൈ ആയി പോകുള്ളൂ. ഇല്ലെങ്കിൽ ഇത് അതേ അവസ്ഥയിൽ നല്ല നമ്മളൊരു പൊട്ടിക്കാതെ നമ്മൾ വെച്ചിരുന്നാൽ അത് അങ്ങനെ തന്നെ അവർ മാനേജ് ആയിട്ടിരിക്കും. ഏറ്റവും നല്ലൊരു കമ്പോസ്റ്റ് വളമാണ് ഗാർഡൻ ഗോൾഡ്. ഏറ്റവും ഈസി ആയിട്ട് വിൽക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ വെറും ചവറായിട്ട് വിൽക്കുന്ന നമ്മുടെ പച്ചക്കറി കട, നമ്മുടെ നേഴ്സറികളിലും നമ്മുടെ പൂച്ചെടി കടകളിലൊക്കെ വിൽക്കുന്ന 100-150 രൂപയ്ക്ക് വിൽക്കുന്ന വളങ്ങളെക്കാളൊക്കെ 100 ഇരട്ടി ഈൽഡ് തരുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള നമ്മുടെ കമ്പോസ്റ്റ് വളമാണ് ഗാർഡൻ ഗോൾഡ്. ഞാൻ പറഞ്ഞത് മണ്ണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് സിസ്റ്റം ബെനിഫിറ്റിലാവും. ഏറ്റവും നന്നായിട്ട് റൂട്ട് സ്പ്രെഡ് ചെയ്യും. റൂട്ടിന് ഗ്രോത്തും ഹെൽത്തും കൂടും. പിന്നെ സോയിൽ ബോൺ ഡിസീസ്, അതായത് നിമറ്റോയിഡ്സ് എന്നൊക്കെ പറയും. സോയിൽ ബോൺ ഡിസീസ് ഉണ്ടാകുന്ന നിമറ്റോയിഡ്സ് എന്ന് പറയുന്ന വിരകളാണ്. അവയുടെ വളർച്ചയെ ഇൻഹിബിറ്റ് ചെയ്യാൻ നമ്മുടെ നീം കേക്കിന്റെ അല്ലെങ്കിൽ നീം ഫ്രൂട്ടിന്റെ, അതായത് നമ്മുടെ വേപ്പ് കുരുവിന്റെ പൊടി ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊക്കെ പ്രിവെന്റ് ആവും. പിന്നെ നമ്മുടെ ഫ്ലവറിങ് ഏറ്റവും നന്നായിട്ട് നടക്കും. നമുക്കറിയാം, ഗാർഡനുകൾ ഉപയോഗിച്ചവർക്കറിയാം, നമ്മൾ ഒരല്പം ഇട്ട് കൊടുത്താൽ മതി, നമ്മുടെ പൂച്ചെടിക്ക് ശകലം ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് വളരെ നല്ല റിസൾട്ട് കാണിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ ചെറിയ ചെടികൾക്കുള്ള ബയോട്ടിക് ആൻഡ് അബയോട്ടിക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു കമ്പോസ്റ്റ് മെത്തേഡാണ്. കാരണം മണ്ണിനെ ചൂടാക്കാതെ ന്യൂട്രിയൻ മാനേജ്മെന്റ് നന്നായിട്ട് നടത്തി മൈക്രോ ഓർഗാനിസംസിന്റെ വർക്കിനെ നന്നായിട്ട് നടത്തുന്ന ഒരു സംവിധാനം. ഇനിയുള്ളതാണ് ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ്. ഈ ഒരു എന്താ പറയുക പാക്കറ്റും കൂടെ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റും ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വെജിറ്റബിൾ ഗാർഡൻ സുഖമായിട്ട് മാനേജ് ചെയ്യാം. കാരണം ഇതിന്റെ കൂടെ നമുക്ക് അല്പം വേപ്പെണ്ണയും കൂടെ ഉണ്ടെങ്കിൽ, പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ട അഡീഷണൽ ഞാൻ പറഞ്ഞു തരാം. അതുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് മാനേജ് ചെയ്യാം. കാരണം ഇത് രണ്ടും, ഇത് നമ്മുടെ സോയിൽ ആപ്ലിക്കേഷൻ നമുക്ക് ഗാർഡൻ ഗോൾഡ് കൊടുത്തു, എന്നാൽ നമ്മുടെ ചെടിക്ക് വേണ്ട ഗ്രോത്ത് ആപ്ലിക്കേഷൻ മുഴുവൻ ഇതിനകത്തുണ്ട്. ഇതിൽ 3 ബോട്ടിൽസ് ആണുള്ളത്. അത് ഈ 3 ബോട്ടിൽസ് കൂടെ ചേർന്ന് ചെടിയുടെ ബാക്കിയുള്ള, അതായത് വെജിറ്റേറ്റീവ് ഗ്രോത്ത്, അതായത് ജൈവ വളർച്ചയ്ക്കും പൂവുണ്ടാകാനും പൂക്കുന്ന ആ ഒരു സമയത്ത് വേണ്ട ന്യൂട്രീഷൻ കംപ്ലീറ്റ് കൊടുക്കും. അതുപോലെ കായ്ഫലത്തിന് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ പെസ്റ്റ് മാനേജ് ചെയ്യാനുമുള്ള സപ്ലിമെന്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 3ഉം കൂടെ ചേർന്നാണ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പം ഈ 3 പ്രൊഡക്റ്റുകളും ഒരുമിച്ചാണ് ഉപയോഗിക്കേണ്ടെന്ന കാര്യം ഓർക്കുക. അതായത് ട്രീറ്റ്മെന്റ് നമ്പർ 1 ഒരു ബോട്ടിലുണ്ട്. ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, വലിയൊരു പേപ്പർ ഒട്ടിച്ചിരിക്കുക. അതായത് ട്രീറ്റ്മെന്റ് നമ്പർ 1 ഒരു ബോട്ടിലാണ്. ആ ബോട്ടില് അതിനകത്ത് നമ്മുടെ എന്താ പറയുക ഇമ്മൊബിലൈസേഷൻ ഓഫ് പെസ്റ്റുകൾ, അതായത് പെസ്റ്റുകളെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന ലിക്വിഡാണുള്ളത്. അതുപോലെ രണ്ടാമത്തേതിനകത്തുള്ളത് നമ്മുടെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂട്ടി ഡിഫൻസ് മെക്കാനിസം കൂട്ടാനുള്ള നമ്മുടെ എന്താ പറയുക സപ്ലിമെന്റ് ആണ് നമ്മുടെ രണ്ടാമത്തെ ബോട്ടിലിനകത്തുള്ളത്. മൂന്നാമത്തെ ബോട്ടിലിനകത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സീവീഡ് എക്സ്ട്രാക്ട് എന്ന് പറയും. അതായത് നമ്മുടെ കടൽപ്പായലിന്റെ എക്സ്ട്രാക്ട്. ഈ കടൽപ്പായലിന്റെ എക്സ്ട്രാക്ട് ചേർന്ന് വളർച്ചയ്ക്ക്, അതായത് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് കൂട്ടാൻ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് നമ്പർ 1, അതായത് നമ്മുടെ ഇൻസെക്ടിസൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് നമ്പർ 1. ഇത് ട്രീറ്റ്മെന്റ് നമ്പർ 2, അതായത് നമ്മുടെ ശരിക്കുള്ള ഫംഗി സ്റ്റാറ്റിക് ആയിട്ടും എന്താ പറയുക ഗ്രോത്തുകളെല്ലാം മാനേജ് ചെയ്യാനൊക്കെയുള്ള ലിക്വിഡ് ഇതാണ്. ഇത് ട്രീറ്റ്മെന്റ് നമ്പർ 3 ഹെൽത്ത്, നമ്മുടെ ഹെൽത്തിലെ ട്രീറ്റ്മെന്റ് നമ്പർ 3 ആണ്. ഇതാണ് ശരിക്കും നമ്മുടെ എന്താ പറയുക വെജിറ്റേറ്റീവ് ഗ്രോത്തിനെ ഏറ്റവും നല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിന്റെ കളർ കണ്ടാൽ അറിയാം, ഗ്രീൻ കളറാണ് വെജിറ്റേറ്റീവ് ഗ്രോത്ത് മനസ്സിലാക്കുക. അതിനേറ്റവും ഉതകുന്ന ഒരു ലിക്വിഡാണ് ഇത് 3ഉം. ഇത് 3ഉം നമ്മൾ ഈ 3 ലിക്വിഡും കൂടെ നമ്മൾ 2.5 ml വീതമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 2.5 ml വെച്ചെടുത്ത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് അതിന്റെ കൂടെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് പോകാൻ നമുക്ക് ഒരു സ്പ്രെമാക്സ് ഉണ്ട്. അത് ആ സെക്ഷൻ വരുമ്പോൾ പറഞ്ഞുതരാം. ആ സ്പ്രെമാക്സും ചേർത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഏറ്റവും നല്ലത്
മൊബിലൈസേഷൻ ഓഫ് പെസ്റ്റുകൾ എന്ന് പറയുന്ന ആവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് സന്ധ്യ സമയത്താണ്. നമ്മളൊരു 3 മണി 4 മണി കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുത്താൽ ഏറ്റവും നന്നായിട്ട് അത് വർക്ക് ചെയ്യും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രൊഡക്റ്റ് ഹരിത സഞ്ജീവനി. ഇതാണ് അഗ്രികൾച്ചർ സെക്ടറിലെ. മറ്റേ നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെടികൾ അല്ലെങ്കിൽ ഹോം ഗാർഡൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ഗാർഡൻ ഗോൾഡും ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റും. ഗാർഡൻ ഗോൾഡ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. കാരണം അത് നമുക്ക് കമ്പോസ്റ്റ് വളമായതുകൊണ്ട് നമ്മൾ ഏത് സൈസ് ചെടിയുടെയും അളവനുസരിച്ച് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ നമ്മൾ ചെറിയ ചെടി കിട്ടെങ്കിൽ 2ഉം 3ഉം പാക്കറ്റ് ആയിരിക്കണം നമ്മൾ തെങ്ങിനൊക്കെ വരുമ്പോൾ ഇടുന്നത്. ആ വ്യത്യാസം ചെടിയുടെ സൈസ് അനുസരിച്ച് നമ്മൾ അളവ് കൂട്ടി കൊടുക്കുക. കാരണം കമ്പോസ്റ്റിങ്ങിന് ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന നീം ഫ്രൂട്ട് കേക്കുള്ള ഏറ്റവും നല്ലൊരു വളമായതുകൊണ്ട് നമുക്ക് ചെടിയുടെ സൈസ് അനുസരിച്ച് നമ്മൾ അളവ് കൂട്ടി കൊടുത്താൽ ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ഇനി ഹരിത സഞ്ജീവനി എന്ന് പറയുന്നതാണ് നമ്മുടെ അഗ്രികൾച്ചർ സെഗ്മെന്റിലേക്കുള്ള ഏറ്റവും എഫക്റ്റീവായ സ്റ്റിമുലന്റ് ആണിത്. ഓർക്കുക, ഇതാണ് ബയോ സ്റ്റിമുലന്റ്, ഇത് വളമല്ല. ഇവിടെ തൊട്ട് നമ്മൾ വളത്തെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതെല്ലാം ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആൻഡ് സ്റ്റിമുലൻസ് എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്നതാണ്. ഒരാളും ഇത് വളമാണെന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കരുത്. റിസൾട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ മണ്ണിൽ നല്ലവണ്ണം ജൈവ ഘടകങ്ങളുള്ള അല്ലെങ്കിൽ ഇൻസോയിലബിൾ ആയി കിടക്കുന്ന മിനറൽസ് ഉള്ള മണ്ണിൽ, മിനറൽ റിച്ച് ആയ മണ്ണിൽ അത് ഇൻസോയിലബിൾ ആണെന്നുള്ള അവസ്ഥയിലാണെങ്കിൽ ഇത് ചെല്ലുമ്പോൾ അതിനെ മൊബിലൈസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഗ്രോത്ത് കിട്ടും, ഈൽഡ് കിട്ടും. പക്ഷേ കണ്ടിന്യൂ ഗ്രോത്ത് കിട്ടത്തില്ല. കാരണം ഫെർട്ടിലൈസേഷൻ നമ്മൾ റെപ്ലേസ്മെന്റ് കൊടുക്കണം, വളം കൊടുക്കണം. വളം കൊടുക്കാതിരുന്നാൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ 1-2 പ്രാവശ്യം ഈൽഡ് കിട്ടും. അത് കഴിയുമ്പോൾ പറയും നിങ്ങളുടെ പ്രൊഡക്റ്റ് പിന്നെ പറഞ്ഞ് വലിയ ഗുണമില്ല, ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പക്ഷെ പിന്നെ വലിയ ഗുണമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത് ഇതുകൊണ്ടാണ്. ആൾക്കാർക്ക് വളമാണെന്നും പറഞ്ഞാണ് പലരും കൊടുക്കുന്നത്. ഇത് വളമല്ല, ഇത് സ്റ്റിമുലന്റ് ആണ്, ഗ്രോത്ത് പ്രൊമോട്ടർ ആണ്. ഇത് ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സ്റ്റിമുലന്റുകൾ ഉപയോഗിച്ചാൽ, ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ഉപയോഗിച്ചാൽ നമുക്ക് ഫെർട്ടിലൈസർ കോസ്റ്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇതിൽ നോക്കുക, നമ്മൾ 20 മുതൽ 40% വരെ കോസ്റ്റ് കുറയ്ക്കാൻ ഇത് സഹായിക്കും എന്ന് പറഞ്ഞാൽ ഓർത്ത് നോക്കൂ. 1400 രൂപയോ 1600 രൂപയാണ് ഇപ്പോൾ ഒരു NPK ഒരു 40 ചാക്ക് വളത്തിന്. അതിൽ 40% കുറയാന്ന് പറഞ്ഞാൽ എത്ര രൂപ നമുക്ക് ലാഭം വന്നു? ശരിയല്ലേ? ഈൽഡ്, ക്രോപ്പിന്റെ ഈൽഡ് 25 മുതൽ 50% കൂടും. പക്ഷെ ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ദീസ് ആർ നോട്ട് റോക്കറ്റ് സയൻസ്. നാളെ ഇട്ടിട്ട് താടിക്ക് കഴിഞ്ഞ് നോക്കിയിരുന്നിട്ട് വളരുന്ന നോക്കിയിരുന്നാൽ കിട്ടില്ല. ക്ഷമയോടെ വളരെ സഹിഷ്ണുതാഭാവത്തോടെ അതിന്റെ കൂട്ടത്തിൽ ഇരുന്ന് എന്താണ് അതിന് കുറവെന്ന് മനസ്സിലാക്കി അതിനെ ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ നമ്മുടെ സൈക്കിൾ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ ട്രാൻസ്ഫർമേഷൻ ഫ്രം നമ്മുടെ നോൺ ഓർഗാനിക് സിസ്റ്റം ടു ഓർഗാനിക് എന്ന് പറയുന്നത് 1.5 വർഷം മുതൽ 3 വർഷം വരെയാണ്. ഈ 1.5 വർഷം മുതൽ 3 വർഷം വരെ ക്ഷമ കാണിക്കാൻ തയ്യാറാകുന്ന ഏതൊരു കർഷകനും, ഏതൊരു എന്താ പറയുക വ്യക്തിക്കും അടുത്ത 3-ാം വർഷം മുതൽ അങ്ങോട്ട് നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് തരാനുള്ള കഴിവ് മണ്ണിന് നേടിയെടുക്കാൻ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് സാധിക്കും. ഇതില് 4 പ്രൊഡക്റ്റ് ഉണ്ട്. സ്റ്റേജ് നമ്പർ 1. ഈ സ്റ്റേജ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിനെ ഫെർട്ടൈൽ ചെയ്യാനുള്ളതാണ്. നമ്മുടെ സ്റ്റേജ് നമ്പർ 1 ഞാൻ ഉപയോഗിച്ചു. സ്റ്റേജ് നമ്പർ 2 ഉള്ളൂ. സ്റ്റേജ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ സോയിൽ മിനറൽ മാനേജ്മെന്റിനുള്ളതാണ്. അത് നമ്മൾ മണ്ണിലേക്ക് മാത്രം കൊടുക്കുക, അതിനെ സ്പ്രേ ചെയ്യാൻ പാടില്ല. ഓർഗാനിക് കാർബൺ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സ്റ്റേജ് നമ്പർ 1 കൊടുക്കുന്നത്. ഇത് മണ്ണിലെ എല്ലാ വിഘടിക്കാതെ നിൽക്കുന്ന മിനറൽസിനെയും വിഘടിപ്പിച്ച് നമ്മുടെ ചെടിക്ക് എടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് നമ്മുടെ വൈറ്റ് റൂട്ട്സിനെ ഏറ്റവും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റേജ് നമ്പർ 1 സഹായിക്കും. കാരണം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, നമ്മൾ നെൽച്ചെടിയിലോ അല്ലെങ്കിൽ ചെറിയ നമ്മുടെ ചെടികളിലോ അല്ലെങ്കിൽ ഇപ്പൊ ഏലം ഒക്കെ പോയി നോക്കിയാൽ അറിയാം, നമ്മൾ നമ്മുടെ സ്റ്റേജ് നമ്പർ 1 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്ത അവിടുത്തെ മണ്ണ് ചെറുതായിട്ട് മാറ്റി നോക്കിയാൽ ഇഷ്ടം പോലെ വെള്ള വേരുകൾ വന്നേക്കുന്നതാണ്. വെള്ള വേരുകളാണ് നമുക്ക് പിന്നെ ഏറ്റവും നന്നായിട്ട് ചെടിക്ക് ന്യൂട്രിയൻസ് എടുത്ത് കൊടുക്കുന്നത്. അപ്പം വെള്ള വേരുകളുടെ പടരാൻ ഏറ്റവും നന്നായിട്ടത് പ്രയോജനപ്പെടും. അതുപോലെ ഓർഗാനിക് കാർബൺ ഏറ്റവും കൂടുതലുണ്ട്. ഇതിന്റെ ഡോസേജ് എന്ന് പറയുന്നത് നമുക്ക് 250 ഗ്രാം, അതായത് നമുക്ക് 750 ഗ്രാമിന്റെ പാക്കറ്റില് സ്റ്റേജ് നമ്പർ 1 250 ഗ്രാം ആണ്. ഈ 250 ഗ്രാം 1 ഏക്കർ സ്ഥലത്തേക്കുള്ള ഫെർട്ടിലൈസറിന്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് കോമ്പാറ്റബിൾ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് വളത്തിന്റെ കൂടെ ഉപയോഗിക്കാം. എന്നാൽ എപ്പോഴും നമ്മൾ ഓർഗാനിക് ഫാമിംഗ് ലക്ഷ്യം വെക്കുന്ന ആൾക്കാർ രാസവളത്തിന്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. കാരണം നമ്മൾ രണ്ടും കൂടെ സിസ്റ്റം കൂടെ ചേർത്ത് ഉപയോഗിക്കുക. നമ്മൾ വരുന്ന അത്രയും ഈൽഡ് നമുക്ക് കിട്ടണമെന്നില്ല. കാരണം ഇൻഹിബിഷൻസിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് രാസവളം മാത്രമേ പറ്റൂ എന്ന് പറയുന്നവർക്ക് നമുക്കിത് കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം, വ്യത്യാസം കാണിക്കും. പക്ഷെ എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ ഓർഗാനിക് സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ
ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കാണിക്കും. അതുകൊണ്ട് 250 ഗ്രാം ഒരേക്കർ എന്നുള്ളത് ഓർക്കുക. നമുക്കിത് കലക്കി ഒഴിക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഏകദേശം 2.5-3 ഗ്രാം ഒക്കെ ആയിരിക്കണം ഒരു ലിറ്ററിലേക്കുള്ളത്. ഓക്കെ, അടുത്ത സ്റ്റേജ് നമ്പർ 2. നമുക്ക് സ്റ്റേജ് നമ്പർ 2 എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ട, അതായത് വെജിറ്റേറ്റീവ് ഗ്രോത്തിന് വേണ്ട സപ്പോർട്ടാണ്. അത് നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ഓർഗാനിക് നൈട്രജൻ. ഈ സ്റ്റേജ് നമ്പർ 2 എന്ന് പറയുന്ന പാക്കറ്റ് ഇതാണ്. ഇത് ഓർഗാനിക് നൈട്രജൻ ഏറ്റവും എഫക്റ്റീവായിട്ട് മണ്ണിൽ ചെലൈറ്റ് ചെയ്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനെ റെഡി ആയി കൊടുക്കുന്ന ഒരു വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ശരിക്കും നമ്മുടെ മണ്ണിൽ വളരെ കുറച്ചേ ഇതിന് വർക്കുള്ളൂ. കാരണം ഇത് മുഴുവൻ വർക്ക് ചെയ്യുന്നത് ചെടിയിലാണ്. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാലും കുറച്ചൊക്കെ മണ്ണിൽ വരും, പക്ഷെ എന്നാലും നമ്മുടെ മണ്ണിലേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ചെടിയിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മണ്ണിൽ നമ്മൾ എന്ത് വളം അപ്ലൈ ചെയ്യുന്നു, സോറി, നമ്മുടെ ചെടിയിൽ എന്ത് വളം അപ്ലൈ ചെയ്യുന്നുവെങ്കിലും അതിന്റെ ഒരു അംശം മണ്ണിലേക്ക് കൊടുക്കാൻ ഓർക്കുക. ഇപ്പൊ നമ്മൾ 1 ലിറ്റർ വളം മിക്സ് ചെയ്ത്, ഇപ്പം സ്റ്റേജ് നമ്പർ 2 മിക്സ് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്താൽ അതിനെ നമുക്ക് ഒരു 200 ml നമ്മൾ ചോട്ടിലൂടെ കൊടുക്കുക. ബാക്കി 800 ml നമ്മൾ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുക. കാരണം 2 സ്ഥലത്തും കൂടെ നമുക്ക് അതിന്റെ നമ്മുടെ എഫക്റ്റ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ അതിന് എഫക്റ്റ് കിട്ടുകയുള്ളൂ. ഇതിന്റെ ഡോസേജ് 1 gram per liter ആണ്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് എഫക്റ്റ് കൂട്ടാം. അതായത് നമ്മൾ സ്ലറി ഡൈല്യൂട്ട് ചെയ്തതോ, അല്ലെങ്കിൽ നമ്മൾ പഞ്ചഗവ്യമോ, അല്ലെങ്കിൽ നമ്മുടെ ജീവാമൃതമോ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ചാണകവും വേപ്പുമണ്ണാക്കും ഒക്കെ, അല്ലെങ്കിൽ കടൽപ്പിണ്ണാക്കും ഒക്കെ കലക്കി പുളിപ്പിച്ചെടുക്കുന്ന, ഒത്തിരി പുളിപ്പിക്കുക, 2 ദിവസത്തിൽ പുളിപ്പിക്കാൻ പറ്റില്ല. പുളിപ്പിക്കുന്നത് നല്ലതല്ലെന്നാണ് പറയുന്നത്. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ശരിക്കും പുളിപ്പിച്ച സാധനങ്ങളും ഒത്തിരി നല്ലതല്ല. 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം വരെ പുളിപ്പിക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ മാക്സിമം 4 ദിവസം പുളിപ്പിക്കാം, അതിനപ്പുറം പുളിപ്പിക്കേണ്ട. അപ്പോൾ പുളിപ്പിച്ച് ഡൈല്യൂട്ട് ആക്കിയ എന്താ പറയുക, നമ്മുടെ ജൈവ വളങ്ങളുടെ കൂടെ, ലിക്വിഡ് വളങ്ങളുടെ കൂടെ നേർപ്പിച്ചതിന്റെ കൂടെ ഉപയോഗിച്ചാൽ കൂടുതൽ റിസൾട്ട് കിട്ടും. അതുപോലെ ഏറ്റവും 30 ഇരട്ടി വരെ നേർപ്പിച്ച ഗോമൂത്രത്തിനോട് ഉപയോഗിച്ചാൽ അതും നല്ല റിസൾട്ട് കിട്ടും. 30 times എങ്കിലും ഗോമൂത്രം ഡൈല്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആണെന്ന് ഓർക്കുക. ഇത് സ്റ്റേജ് നമ്പർ 3 ആണ് അടുത്തത്. അതായത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് സോയിൽ മാനേജ് ചെയ്തു. സോയിലിൽ നമുക്ക് ആക്ടിവിറ്റീസ് നന്നായിട്ട് നടന്നു, ന്യൂട്രിയൻ മാനേജ്മെന്റ് നടന്നു, ഇൻകോർപ്പറേഷൻ നടന്നു, നമ്മുടെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് പ്രോപ്പർ ആക്കാൻ സ്റ്റേജ് നമ്പർ 2 ഉപയോഗിച്ചു. ഇനി സ്റ്റേജ് നമ്പർ 3. ഇതാണ് നമ്മുടെ ബ്രാഞ്ചുകളുടെ സ്പ്രെഡിങ്. അതുപോലെ എന്താ പറയുക, ഫ്ലവറിങ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ഫീമെയിൽ ഫ്ലവർ കിട്ടാൻ, അതായത് pH ബാലൻസ് കറക്റ്റായിട്ട് നിന്നില്ല എങ്കിൽ, നമ്മുടെ നമ്മുടെ റിക്വയർഡ് pH എന്ന് പറയുന്നത് 7 അല്ലെങ്കിൽ 7.5 ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ pH 7, 7.5 അല്ലെങ്കിൽ 6.25, 6.5 വരെയൊക്കെ നിന്നാൽ പിന്നെയും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതിന് താഴേക്ക് മാറി അസിഡിക് ആകുന്ന സ്റ്റേറ്റസ് വന്നാൽ നമുക്കുണ്ടാകുന്ന കൂടുതലും മെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും. മെയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും. മെയിൽ ഫ്ലവേഴ്സ് നമുക്ക് കായായി മാറില്ല. അതേസമയം പൂക്കൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇഷ്ടംപോലെ പൂവുണ്ടായി പൂ പൊഴിഞ്ഞു പോയി ഉണ്ടാവുന്നില്ല എന്ന് പറയും. അതിന്റെ കാര്യം ഇതാണ്, pH കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കുന്ന പൂക്കൾ കൂടുതലും മെയിൽ ഫ്ലവേഴ്സ് ആണ്. ഫീമെയിൽ ഫ്ലവറിങ് കൂടുതൽ ഉണ്ടാവാൻ നമുക്ക് സ്റ്റേജ് നമ്പർ 3 ഒത്തിരി സഹായിക്കും. കാർബൺ നൈട്രജൻ CN റേഷ്യോ ചെടിയിൽ ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്യാനും, നമ്മുടെ ടോളറൻസ്, അതായത് ഫ്ലവറും നമ്മുടെ ലീഫിനൊക്കെ ഉണ്ടാകുന്ന അഡ്വേഴ്സ് കണ്ടീഷൻസിന് ടോളറൻസ് കൊടുക്കാൻ, അതായത് നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ ഇത് ഒത്തിരി സഹായിക്കുന്നതാണ്. ഇതും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഓർഗാനിക് സ്റ്റിമുലൻസുകളുടെ കൂടെ, നമ്മൾ ഉണ്ടാക്കുന്ന മാനുവലായി ഉണ്ടാക്കുന്ന സ്റ്റിമുലൻസിന്റെ കൂടെ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് 1 gram per liter ആണ് ഇതിന്റെ ഡൈല്യൂഷൻ. നമ്മൾ മണ്ണായി, വെജിറ്റേറ്റീവ് ഗ്രോത്ത് ആയി, നമ്മുടെ ബ്രാഞ്ച് അല്ലെങ്കിൽ ഫ്ലവറിംഗ് ആയി. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ ഫ്രൂട്ടിംഗ് സ്റ്റേജ്. ഇതും 250 gram ആണ്. അപ്പോൾ ഓർക്ക് നമ്മൾ സോയിൽ ട്രീറ്റ്മെന്റ് 250 ആയിരുന്നു സ്റ്റേജ് നമ്പർ 1. സ്റ്റേജ് നമ്പർ 2 സ്റ്റേജ് നമ്പർ 2 100 gram, സ്റ്റേജ് നമ്പർ 3 150 gram, സ്റ്റേജ് നമ്പർ 4 250 gram. എന്താണ് 250 gram ഉള്ള കാര്യം? ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ചെടിക്ക് ന്യൂട്രീഷൻ്റെ ആവശ്യം. ഒരമ്മ ഗർഭവതി ആയിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഗർഭം ധരിച്ച് അത് ഫ്രൂട്ടിലേക്ക് കൺവേർട്ട് ആവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ്റെ ആവശ്യം. ഇല്ലെങ്കിൽ ആരോഗ്യം പോകുന്നതനുസരിച്ച് പെസ്റ്റുകളുടെ അറ്റാക്കുകൾ, ഫംഗസുകളുടെ അറ്റാക്കുകൾ, എന്താ പറയുക, ബാക്ടീരിയൽ അറ്റാക്കുകൾ എല്ലാം, വൈറൽ അറ്റാക്കുകൾ എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ആ സമയത്ത് നല്ല റെസിസ്റ്റൻസോടെ നിൽക്കാൻ, ചെടിക്ക് ബാലൻസ് ന്യൂട്രിയൻസ് കിട്ടാൻ ആണ് നമ്മൾ കൂടുതൽ അളവ് 250 gram ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതും
നമുക്ക് 1 ഏക്കറിലേക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ്. നമുക്ക് ഇതുപോലെ 1 gram 1 per liter ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ന്യൂട്രിയൻ മാനേജ്മെന്റ് ബാലൻസ് ആയിട്ട് ലീവ്സിലേക്കും ഫ്രൂട്ട്സിലേക്കും കൊടുക്കാൻ പറ്റുന്നു. ഫ്രൂട്ടിന്റെയും ക്രോപ്പിന്റെയും ക്വാളിറ്റി ഏറ്റവും നന്നായിട്ട് ഇരിക്കാൻ ഇത് സഹായിക്കുമെന്ന് ഓർക്കാം. ഇത് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ സ്റ്റേജ് നമ്പർ 1, 2, 3, 4 ഈ 4 സ്റ്റേജിൽ ഉള്ള നമ്മുടെ അമിനോ ആസിഡ്സിന്റെയും അതുപോലുള്ള നമ്മുടെ പ്രൊമോട്ടേഴ്സിന്റെ ഒരു ലിസ്റ്റാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം. അതായത് പൊട്ടാസ്യം സോൾട്ട് ഓഫ് ലിയോനാർഡേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ്, ഇത് ഒരു വലിയ കോസ്റ്റ്ലി ഒരു കോമ്പണന്റ് ആണിത്. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ അതിന്റെ ഒരു റേറ്റ് അറിയാൻ പറ്റും. അത് ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റേജ് നമ്പർ 1 250 ഗ്രാമിന്റെ സ്റ്റേജ് നമ്പർ 1 64% വോളിയം ബൈ വോളിയം അത് തന്നെയാണ്. ഓർത്ത് നോക്കുക. പൊട്ടാസ്യം ആസ് K2O, അതായത് നമ്മുടെ എന്താ പറയുക, ഒരു കൺവേർട്ടഡ് ഫോം ആണ് അതിന്റെ. അത് 0.9 gram വോളിയം ബൈ വോളിയം ആണ്. ഇനി ഫൾവിക് ആസിഡ് അത് 12%. ഓർത്ത് നോക്കുക. ഇത്രയും കണ്ടന്റ് ക്ലിയർ ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റേജ് നമ്പർ 2-നകത്ത് നോക്കൂ, അമിനോ ആസിഡ്സ് എത്ര തരാണെന്ന് നോക്കൂ. ഗ്ലൂട്ടമിക് ആസിഡും സെറിനിനും പ്രോലിനും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ നല്ല കോസ്റ്റ്ലി ആണ് ഈ പ്രൊഡക്റ്റുകളെല്ലാം. ഇത് 50% ആണ് ഇത്തരം സാധനങ്ങൾ. കാരിയർ 14% ഉണ്ട്. അത് ഓർഗാനിക് കാരിയർ ആണെന്ന് മണ്ണിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. നമുക്ക് അതിന്റെ ഗുണം പൂർണ്ണമായിട്ട് കിട്ടുകയും ചെയ്യും. ഇനിയാണ് സ്റ്റേജ് നമ്പർ 3ഉം 4ഉം. അങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ സ്റ്റേജ് നമ്പർ 3 നോക്കൂ. ഫ്ലവറിംഗ് സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ എന്തുമാത്രം അമിനോ ആസിഡ്സും പ്രോട്ടീൻസും ഒക്കെ വേണോ നോക്കൂ. അത്രയും സാധനങ്ങൾ ചേർന്നാണ് സ്റ്റേജ് നമ്പർ 3 ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റേജ് നമ്പർ 4 നമുക്ക് ഓർഗാനിക് നൈട്രജൻ നല്ല അളവിൽ കൊടുത്തിട്ടുണ്ട്. അമിനോ ആസിഡ്സും എസ്റ്റിലീൻ എന്ന് പറയുന്ന ഈ ഒരു കണ്ടന്റ് ആണ് നമുക്ക് ഫ്രൂട്ടിന്റെ സൈസ് മാനേജ് ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം എന്താ പറയുക 42% ഉണ്ട്. മെറ്റലോ ചെലേറ്റ് എന്ന് പറയുന്നത് ഈ വിഘടിക്കാതെ നിൽക്കുന്ന മൂലകങ്ങളെ, മിനറൽസിനെ വിഘടിപ്പിച്ച് കൊടുക്കുന്ന ഒരു സപ്ലിമെന്റേഷൻ ആണ് ചെലേഷൻ എന്ന് പറയുന്നത്, ചെലേറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. അതിന് EDTA എന്ന് പറയാറുണ്ട്. EDTA സബ്സ്റ്റൻസ് ആണ്. അത് ലിക്വിഡ് ഫോമിൽ അല്ലെങ്കിൽ കിട്ടുന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ സോളിഡ് ഫോമിൽ കിട്ടുന്നതുകൊണ്ട്. ഇത് നമുക്ക് സോളിഡ് ഫോമിലാണ് അതിനെ ലിക്വിഡ് ആക്കി നമ്മുടെ ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ ചെടിക്കുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് മിനറൽ മാനേജ്മെന്റ് നന്നായിട്ട് നടക്കാൻ ഈ മെറ്റലോ ചെലേറ്റ്സുകൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഹരിതസഞ്ജീവനിയുടെ മെയിൻ ഉൽപ്പന്നം കഴിഞ്ഞു. ഇനിയും ഏറ്റവും ഇതെല്ലാം ക്രോഡീകരിച്ച് നമുക്ക് എളുപ്പം കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സൂപ്പർ എക്സ്പ്രസ് പ്രൊഡക്റ്റ് എന്ന് പറയാം നമ്മുടെ സോയിൽ ഹെൽത്ത് സ്പെഷ്യല്. ഒരു കംപ്ലീറ്റ് എന്താ പറയുക പാക്കേജ് ആണ്. അതായത് നമ്മുടെ സോയിലിലേക്ക് കൊടുക്കാവുന്ന സോയിൽ മാനേജ്മെന്റുകൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഡോസ് 250 gram അര ഏക്കറിലേക്കാണ്. നമ്മൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഏത് എന്താ പറയുക കൃഷിക്കും അതിന്റെ അളവനുസരിച്ച് കൊടുത്താൽ പെട്ടെന്ന് റിസൾട്ട് കാണിക്കും. കാരണം ഇതിൽ ഉള്ള ചെലേറ്റിംഗ് ഏജന്റുകളുടെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് ന്യൂട്രിയൻ മാനേജ്മെന്റ് നന്നായിട്ട് നടന്ന് സോയിൽ പൊറോസിറ്റി കൂടും, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടും. അത് കാണിച്ചിട്ട് നോക്കും. ഓൾമോസ്റ്റ് 7 times ഓഫ് ഇറ്റ്സ് വെയിറ്റ്, അത് 7 മടങ്ങ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണത്. ഓക്കെ, അപ്പൊ എന്തുമാത്രം റൂട്ട് പ്രോലിഫറേഷൻ നടക്കുമെന്ന് ഓർത്ത് നോക്കൂ. അത്രയും പെട്ടെന്ന് അത് നടക്കും. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് സ്പെഷ്യൽ, അതായത് സ്റ്റേജ് നമ്പർ 3ഉം 4ഉം ചേർന്ന് വരുന്ന ഉൽപ്പന്നമാണ് ഈ ഹരിതസഞ്ജീവനിയുടെ ഫ്രൂട്ട് സ്പെഷ്യല്. ഇത് ഗ്രീൻ വെജിറ്റേറ്റീവ് ഗ്രോത്തിന് ഏറ്റവും എഫക്റ്റീവ് ആണ്. അതുപോലെ ബെറ്റർ ഫ്ലവറിങ്ങിന്, ഫ്രൂട്ട് സെറ്റിംഗ്, അതായത് ഫ്രൂട്ട് ഫോളിംഗ് ആണ് ഏറ്റവും പ്രധാന പ്രശ്നം. ഫ്രൂട്ട് സെറ്റിംഗ് കഴിയുന്ന വെച്ചാൽ നമ്മൾ പൂവുണ്ടാവും, പൂക്കൾ പൊഴിഞ്ഞു പോകും. പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാൻ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റിമുലന്റ് ആണ് നമ്മുടെ ഫ്രൂട്ട് സ്പെഷ്യല്. നമ്മുടെ ഫ്രൂട്ടുകളുടെ നാച്ചുറൽ കളർ, അതായത് നമുക്ക് എപ്പോഴും പറയാം നമ്മുടെ തൊലിയുടെ അടുത്ത്, നമ്മുടെ തൊലിക്ക് തൊട്ട് താഴെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്ലവനോയിഡ്സ് ഉണ്ടാവുക. ഈ ഫ്ലവനോയിഡ്സിന്റെ ക്വാളിറ്റിയാണ് ഒരു ഫ്രൂട്ടിലെ ന്യൂട്രീഷൻ മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യും. ഈ ഫ്ലവനോയിഡ്സിന്റെ ക്വാളിറ്റിയുള്ള ഫ്രൂട്ടുകൾക്ക് നല്ല കളറായിരിക്കും. അങ്ങനെ നല്ല കളർ കിട്ടാൻ ഈ ഫ്രൂട്ട് സ്പെഷ്യൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ എന്താ പറയുക ക്വാളിറ്റി നന്നായിട്ട് ലോങ് ടൈം ആയിട്ട് കൊടുക്കാൻ ഇത് നല്ലതാണ്. ഇതിന്റെ ഡോസേജ് 2 gram per liter ആണ്. ഇതിന്റെ കോമ്പോസിഷൻ നോക്കൂ. 52% സോലബിൾ വെജിറ്റബിൾ പ്രോട്ടീൻസ്, ഓർഗാനിക് ആസിഡ്സ് 12%, നാച്ചുറൽ സോൾട്ട് 30%. അതായത് ആ സമയത്ത് നമുക്ക് ഉപ്പിന്റെ അംശം വേണം. ആ ഉപ്പ് അതിന് കൊടുക്കാവുന്ന രീതിയിലുള്ള എക്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കറക്റ്റ്, അതായത് അതിലും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ലിയോനാർഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർന്ന് 100% എക്സ്ട്രാക്റ്റ് ആണ്. ഇത് നമ്മൾ 3 പ്രാവശ്യം മിനിമം നമ്മൾ ഉപയോഗിക്കണം. ഒന്ന്, വെജിറ്റേറ്റീവ് ഗ്രോത്ത് പൂർണ്ണമായിട്ട് നമുക്കറിയാം ഇനി പൂക്കൾ വരാറാകുന്ന സ്റ്റേജ് ആയെന്നറിയുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുക.
അത് കഴിഞ്ഞ് ഫ്ലവറിങ് തുടങ്ങി കഴിയുമ്പോൾ സ്പ്രേ ചെയ്യുക. അത് കഴിഞ്ഞ് ഫ്രൂട്ട് ഡെവലപ്മെന്റ് സ്റ്റേജിൽ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 5 പ്രാവശ്യം എക്സാക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് എല്ലാ നമ്മുടെ കായ്കനികളിലും എല്ലാ വെജിറ്റബിൾസിലും എല്ലാ ഈൽഡിങ് ക്രോപ്പുകളിലും നന്നായിട്ട് നമുക്ക് ഫ്രൂട്ട് സ്പെഷ്യൽ ഉപയോഗിക്കുന്നത് കിട്ടും. അടുത്താണ് നമ്മൾ പറഞ്ഞ ഫംഗി സ്റ്റാറ്റിക്, അതായത് ഫംഗസിനെ അമർച്ച ചെയ്യാൻ, അതായത് കൊല്ലുകയല്ല, ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഉണ്ടായവയുടെ മൊബിലൈസേഷൻ അല്ലാതെ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇല്ലാതെ അതിനെ സപ്രസ് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഫംഗി സ്റ്റാറ്റിക് ആണ് ഡിഫൻഡ് എന്ന് പറയുന്നത്. ഇതൊരു പ്ലാന്റ് ന്യൂട്രിയന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് ഡിസീസ് സപ്രസർ ആണ്, അതായത് ചീയല് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. ചീയൽ വന്നു കഴിഞ്ഞാണ് നമ്മൾ ഡിഫൻഡ് കൊടുക്കുന്നത്. ചീയൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കലക്കി ഒഴിക്കേണ്ടി വരും, നമ്മൾ സ്പ്രേ ചെയ്തിട്ട് കാര്യമില്ല, ഫ്രീക്വൻസി കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് വെജിറ്റേറ്റീവ് ഗ്രോത്ത് പൂർത്തിയായി ഫ്ലവറിംഗ് സ്റ്റേജ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഡിഫൻഡ് സ്റ്റാർട്ട് ചെയ്യുക. ഡൗണി മെൽഡ്യൂ എന്ന് പറയുന്നത് ഒരു പൊടി പോലെ കിടക്കുന്ന ഫൈറ്റോത്തറ പോലുള്ള ഒരു എന്താ പറയുക ആണ്. ഫോളിയർ ആപ്ലിക്കേഷൻ, അതുപോലെ സോയിൽ ഡ്രെഞ്ചിങ്. ഡ്രെഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഡ്രെഞ്ചിങ് ഉദ്ദേശിക്കുന്നത്. അതിന് ഏറ്റവും നല്ലതാണ്. ഇത് പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഫോസ്ഫോണിക് ആസിഡ് ആണ് 80%. അതായത് നമ്മുടെ എന്താ പറയുക എന്താ പറയുക സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ, അത് ഫംഗസ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനാണ് ഈ ഫോസ്ഫോറിക് ആസിഡ് ഉപയോഗിക്കുന്നത്. അത് 80% ഉണ്ട്. പിന്നെ നമ്മുടെ മെറ്റലോചെലേറ്റ്സ് ഉണ്ട്. അങ്ങനെ ഏറ്റവും നല്ലൊരു ഫംഗിസ്റ്റാറ്റിക് ആണ് നമ്മുടെ ഡിഫൻഡ്. എപ്പോഴും നമ്മൾ ഡിഫൻഡ് ഉപയോഗിക്കുമ്പോൾ ഫ്രൂട്ട് സ്പെഷ്യൽ ഉപയോഗിക്കുന്ന സമയത്ത് ഡിഫൻഡ് കൂട്ടി ഉപയോഗിക്കുക, ഏറ്റവും നല്ല റിസൾട്ട് തരുന്നതാണ്. ഡോസേജ് 2 മുതൽ 2.5 ഗ്രാം വരെ. നമ്മൾ 2.5 ഗ്രാം പറയാൻ കാര്യം, നമുക്ക് ഡിഫക്റ്റ് കൂടുതൽ കാണുന്നെങ്കിൽ, ഫംഗസ് അറ്റാക്ക് പോലെ ടെൻഡൻസി കാണുന്നെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് 2 മുതൽ 2.5 3 ഗ്രാം ആക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഇല്ല അതിൽ ഡ്രെയിൻ ചെയ്യുക. ഇനി നമ്മുടെ പെസ്റ്റ് മാനേജ്മെന്റിന് നമുക്കുള്ളതാണ് റാപ്പിഡ്. റാപ്പിഡ് എന്ന് പറയുന്നത് എന്താ പറയുക, അതൊരു ഇമ്മൊബിലൈസർ ആണ്, അതായത് ആന്റി ഫീഡന്റ് ആണ്. നമ്മളിതൊരു കോണ്ടാക്ട് ബേസ്ഡ് പെസ്റ്റിസൈഡ് എന്ന് പറയും. അതായത് കോണ്ടാക്ട് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രാണി വരാതിരിക്കാൻ, അതായത് ഇൻസെക്ടിസൈഡ് എന്ന് പറയുന്നത് അതിന്റെ പുറത്ത് അപ്ലൈ ചെയ്താൽ അവിടെ പറ്റി പിടിച്ചിരുന്ന എന്തെങ്കിലും വന്ന് എന്താ പറയുക അത് കഴിച്ച് അല്ലെങ്കിൽ അത് ആ വിളകൾക്കകത്ത് ഇറങ്ങിച്ചെന്ന് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ഇൻസെക്ടിസൈഡ്, പക്ഷെ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്. ഇതെന്ന് പറയുന്നത് പെസ്റ്റ് കൺട്രോൾ ഉപയോഗിക്കുന്ന കോണ്ടാക്ട് ബേസ് ആണ്. ഇപ്പൊ നമ്മൾ വൈകുന്നേരങ്ങളിൽ അടിച്ചു കൊടുത്താൽ ആ പ്രദേശത്ത് പെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർ ഇതിൽ കോണ്ടാക്റ്റിലേക്ക് വന്നാൽ അത് പിന്നീട് അവിടെ വരില്ല, കാരണം അവർക്ക് അവിടെ നിന്ന് ആഹാരം കഴിക്കാൻ പറ്റില്ല. അതാണ് ആന്റി ഫീഡർ ഉദ്ദേശിക്കുന്നത്. ആഹാരം കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ അവരവിടെ നിൽക്കില്ല, അവർ മാറിപ്പോകും, അടുത്തടത്തേക്ക് പോകും. അതായത് ഇവരിതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറിനകത്ത് ഇവരുടെ ആഹാരം കഴിക്കാനുള്ള കപ്പാസിറ്റി പോകും, അല്ലെങ്കിൽ കഴിക്കാനുള്ള കഴിവ് പോകും. അവരതുകൊണ്ട് അവിടുന്ന് മൊബിലൈസ് മാറി അവർ പോകും. അങ്ങനെ നമുക്ക് സ്റ്റാർവേഷൻ ഉള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ആഹാരം കിട്ടാത്തൊരവസ്ഥ ക്രിയേറ്റ് ചെയ്ത് ഇവരെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് കീടനിയന്ത്രണമാണ്. പ്രത്യേകം ഓർക്കുക, കീടനാശനമല്ല, കീടനിയന്ത്രണമാണ്. ഓക്കെ, ഇതിന്റെ കൂടെ 2-3 ml നമ്മുടെ നീം ഓയിൽ കൂടെ ചേർത്ത് കൊടുത്താൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഓർക്കുക. ഓക്കെ, എല്ലാ നമ്മുടെ ഇൻസെക്ടിസൈഡോ പെസ്റ്റിസൈഡോ ഉപയോഗിക്കാൻ നിർബന്ധമുള്ളവർക്കാണെങ്കിൽ അതിന്റെ കൂടെ ചേർത്ത് കൊടുത്താൽ, ഇപ്പൊ അവർക്ക് അതിന്റെ അളവ് കുറയ്ക്കണം. ഇപ്പം 100% പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് 50% പെസ്റ്റിസൈഡും 50% റാപ്പിഡും ചേർത്ത് ഉപയോഗിച്ചാൽ നമുക്ക് ആ പെസ്റ്റിസൈഡിന്റെ അളവ് കുറയ്ക്കാം, റെസിഡ്യൂവിന്റെ കണ്ടന്റ് കുറയ്ക്കാം. ഏത് ബയോ ഫെർട്ടിലൈസറിന്റെയോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡിന്റെയോ കൂടെയും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. 2 ml മുതൽ 2.5 ml വരെയാണ് 1 ലിറ്ററിൽ ഇതിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഡൈല്യൂഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രൊഡക്റ്റ് ആണ് സ്പ്രേമാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നമാണ്. കാരണം വെയിൽ വന്നാൽ അതിശക്തമായ വെയിൽ, മഴ വന്നാൽ അതിശക്തമായ മഴ. നമ്മൾ സ്പ്രേ ചെയ്തിട്ട് തിരിഞ്ഞ് വീട്ടിൽ കയറുന്ന മുമ്പ് മഴ പെയ്യും, അത് മുഴുവൻ ഒലിച്ചു പോകും. അപ്പം ഈ സ്പ്രേമാക്സ് ചെയ്യുന്നത് എന്താണ്? അതിന്റെ പൊട്ടൻസിയാണ് 85 എന്ന് പറയുന്നത്. അതായത് 100 ml സ്പ്രേ ചെയ്താൽ 85 ml അത് അതിന്റെ റോള് ചെയ്യും എന്നുള്ളതാണ്. ഈ പൊട്ടൻസി അനുസരിച്ചാണ് ഈ സ്റ്റിക്കർ അല്ലെങ്കിൽ പെനിട്രേറ്ററിന്റെ റേറ്റ് കൂടുക. മാർക്കറ്റിലൊക്കെ 80 അല്ലെങ്കിൽ 75-80 എന്നൊക്കെ പറയുന്ന പൊട്ടൻസിയുള്ള പ്രൊഡക്റ്റുകൾക്ക് നമ്മളെക്കാളൊക്കെ എത്രയോ വില കൂടുതലാണെന്ന് നമ്മളോട് ചെന്ന് അന്വേഷിക്കുമ്പോൾ അറിയത്തുള്ളൂ. പക്ഷെ ആൾക്കാർക്ക് അറിയില്ല, അവർ പേരിന്റെ പുറത്ത് മാത്രം വാങ്ങി ഉപയോഗിക്കുകയാണ്. പല പ്രൊഡക്റ്റുകളുടെ പേര് ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ 30-40% പ്രൈസ് കൂടുതലുള്ള സാധനങ്ങൾക്ക് 75-80 പൊട്ടൻസിയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ 85 പൊട്ടൻസി എന്ന് ഓർക്കുക. അതായത് ഇത് നമ്മുടെ പെസ്റ്റിസൈഡിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റിമുലൻസിന്റെ
എന്താ പറയുക പെർഫോമൻസ് കൂട്ടുന്നു. അതെങ്ങനെയാ കൂട്ടുന്നു നോക്കാം. അതായത് സർഫസ് ടെൻഷൻ കുറയ്ക്കുന്നു. നമ്മൾ കൊടുക്കുന്ന എന്താ പറയുക സപ്ലിമെന്റേഷന്റെ അല്ലെങ്കിൽ സ്പ്രേയുടെ സർഫസ് ടെൻഷൻ കുറച്ച് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ പെനിട്രേഷൻ നന്നായിട്ട് ലീഫിലേക്ക് എത്തിക്കാൻ, ലീഫ് സർഫസിലേക്ക് എത്തിക്കാൻ ഈ സ്പ്രേ മാക്സിനുള്ള കഴിവുണ്ട്. അതിന്റെ ഡോസേജ് 0.5 ml പെർ ലിറ്റർ ആണ്. 1/2 ml നമ്മൾ കൊടുത്താൽ മതി. ഇത് വർക്ക് ചെയ്യുന്നത് 5 രീതിയിലാണ്. ഒന്ന് സ്പ്രെഡറായിട്ട്. സ്പ്രെഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഈവൻ ആയിട്ട് എല്ലായിടത്തും നമുക്ക് ഇതിന്റെ സർഫസ് ടെൻഷൻ കുറച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കിട്ടാൻ ഒരു അവസരം ഇത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയുള്ള പ്രോപ്പർട്ടിയാണ് സ്റ്റിക്കർ. സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം നമ്മൾ അപ്ലൈ ചെയ്ത് തിരിച്ചു പോരുന്ന നേരത്ത് മഴ പെയ്താൽ ഇത് താഴെ പോകാതെ അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്ത് വെയിൽ വന്ന് ഇവാപ്പറേറ്റ് പോകാതെ ആ സർഫസിലേക്ക് പിടിച്ചു വെക്കാൻ കഴിവുള്ള സ്റ്റിക്കിംഗ് പ്രോപ്പർട്ടി കൊടുക്കുന്നതാണ് സ്റ്റിക്കർ. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, പ്രത്യേകിച്ച് ഏലം മേഖലയിലൊക്കെ സ്റ്റിക്കർ അവർ പശയെന്ന് പറയും. ആ പശയ്ക്ക് ഈ പറയുന്ന ഒരു ക്വാളിറ്റി ഇല്ല. അതായത് അവരുടെ ക്യൂട്ടിക്കൽ ലെയറിനെ ബ്ലോക്ക് ചെയ്ത് അങ്ങ് അടച്ച് പിടിച്ചു വെക്കുന്ന പശ പോലുള്ള സാധനം ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന്റെ ക്വാളിറ്റി കിട്ടില്ല. ആ സ്ഥാനത്ത് നമ്മുടെ സ്പ്രേമാക്സ് 85 ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ പെനിട്രന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇലകളുടെയും പുറത്തൊരു ലെയർ ഉണ്ട്, ഒരു ക്യൂട്ടിക്കൽ ലെയർ ഉണ്ട്. അത് നമ്മൾ വെള്ളം കൂടുതലായിട്ട് വന്നാലും ഇലകൾ സ്ട്രെസ്സിലേക്ക് പോകാതെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് കുറച്ചു നേരം മഴയത്ത് നിന്നാൽ പെട്ടെന്ന് നമുക്ക് വല്ലാടി വന്ന് നമ്മൾ അകത്ത് കയറും. പക്ഷെ ചെടികൾ എത്രയോ നേരം മഴയത്ത് നിൽക്കും. അവരൊരു സന്യാസ അവസ്ഥയിൽ ഇങ്ങനെ സമാധാനത്തോടെ നിൽക്കും. അങ്ങനെ നിൽക്കുന്നത് അവര് ആ ക്യൂട്ടിക്കൽ ലെയർ അവരങ്ങ് അടുപ്പിക്കും. ആ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങാൻ അവരെ സമ്മതിക്കില്ല. ആ ക്യൂട്ടിക്കൽ ലെയറിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ആ കുറച്ചു നേരത്തേക്ക് അതിനെ സർഫസ് ടെൻഷൻ മാറ്റി ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ പെനിട്രന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഈ കൊടുക്കുന്ന സപ്ലിമെന്റ് ആ ഇലയ്ക്കുള്ളിലേക്ക് അല്ലെങ്കിൽ സ്റ്റെമ്മിനുള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ കഴിയുന്ന പ്രോപ്പർട്ടി ഈ പെനിട്രന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രിഫ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഇപ്പം പെസ്റ്റിസൈഡുകളൊക്കെ വന്ന് 4000-5000 രൂപയൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും വിലയുള്ള പെസ്റ്റിസൈഡ് ഒക്കെ സ്പ്രേ ചെയ്യുമ്പോൾ എന്തുമാത്രം വേസ്റ്റ് ആയി പോകുന്നു. അപ്പം അതിന്റെ ഫൈൻ സ്പ്രേ കിട്ടാൻ, അതായത് സ്പ്രേയുടെ ആ ഒരു ഡ്രോപ്ലെറ്റിന്റെ സൈസ് അതിന്റെ സർഫസ് ടെൻഷൻ ചുറ്റുമുള്ള ഭാഗത്ത് ഒരുപോലെ ആക്കിയാൽ പല സൈസിൽ പോവില്ല. അപ്പൊ ആ സൈസ് കറക്റ്റ് ആക്കി ഒരേപോലെ സ്പ്രേ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡ്രിഫ്റ്റ് കൺട്രോൾ ഉദ്ദേശിക്കുന്നത്. ആ ഡ്രിഫ്റ്റ് കൺട്രോൾ ഒരു പ്രോപ്പർട്ടി ഇതിനുണ്ട്. അതുപോലെ എല്ലാ പെസ്റ്റിസൈഡുകൾക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഓർഗാനിക് എന്നില്ല, ഏത് ഇൻഓർഗാനിക് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കും നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ഇതാണ് ആ ക്യൂട്ടിക്കൽ ലെയർ. നമ്മുടെ ആ ഇല കണ്ടാൽ അറിയാം, അതിന്റെ പുറത്ത് എന്ത് വെള്ളം വീണാലും താഴെ പോകും. പക്ഷെ നമ്മൾ സ്പ്രേമാക്സ് 85 ഉപയോഗിച്ചാൽ അത് നന്നായിട്ട് നിൽക്കും. ഇനി മിലാപ്പ്. നമ്മൾ പി എച്ചിന്റെ കാര്യം പറഞ്ഞു, വെള്ളത്തിന്റെ പി എച്ച്, മണ്ണിന്റെ പി എച്ച്, ഇലക്ട്രിസിറ്റി പി എച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മണ്ണിന്റെ പി എച്ച് റെഡിയാക്കി. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പി എച്ച് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലിമെന്റേഷന്റെ എഫിഷ്യൻസി കുറയും. അപ്പൊ ആ പി എച്ച് കറക്റ്റ് ആക്കാനുള്ള ഏറ്റവും നല്ലൊരു സപ്ലിമെന്റ് ആണ് നമ്മുടെ ലിക്വിഡാണ് നമ്മുടെ മിലാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ പെസ്റ്റിസൈഡുകൾ സ്പ്രേ ചെയ്യുമ്പോൾ ഏകദേശം 5.5 to 6.5 മതി. അതുപോലെ സ്റ്റിമുലൻസുകൾ, നമ്മുടെ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ഒക്കെ സ്പ്രേ ചെയ്യുമ്പോൾ ഏകദേശം 6.5 മുതൽ 7.6 വരെ വേണം. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് നിർത്താൻ ഈ മിലാപ്പിന് കഴിവുണ്ട്. നമ്മുടെ നോർമലി ഇന്ത്യയിലെ സോയിലുകൾ മിക്കവാറും അസിഡിക് സോയിലുകളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അസിഡിക് സോയിലുകൾ കേരളത്തിലാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ലിക്വിഡാണിത്. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 1 ml ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏത് ഉൽപ്പന്നം, നമ്മുടെ സ്റ്റേജ് നമ്പർ 2, 3, 4, അതുപോലെ നമ്മുടെ സ്പ്രേമാക്സ്, നമ്മുടെ ഫ്രൂട്ട് സ്പെഷ്യൽ, ഡിഫൻഡ്, റാപ്പിഡ്, ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്പ്രേമാക്സ് ഉപയോഗിക്കുക. ആ വെള്ളം ആദ്യം നമ്മുടെ മിലാപ്പ് ഉപയോഗിച്ച് വാട്ടർ അതിന്റെ പി എച്ച് കറക്റ്റാക്കിയ ശേഷം ഇതെല്ലാം ചേർത്ത് ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അതായത് വെജിറ്റബിൾസ് ആണെങ്കിൽ സോയിൽ ഹെൽത്തും നമ്മുടെ ഗാർഡൻ ഗോൾഡും ചേർത്താൽ നല്ലൊരു കോമ്പിനേഷനാണ്, വളമായിട്ട് ഉപയോഗിക്കാം. തെങ്ങുകൾക്കും നമ്മുടെ ഈൽഡ് ക്രോപ്പുകൾക്കും ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാവുന്ന കോമ്പിനേഷനാണ് സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും. അതായത് 2 മാസം 3 മാസം ഇടവേളകളിൽ മാറി മാറി ഉപയോഗിക്കുക. അതായത് 2 മാസം കൂടുമ്പോൾ സോയിൽ ഹെൽത്ത് കഴിഞ്ഞാൽ 3ാമത്തെ മാസം ഫ്രൂട്ട് സ്പെഷ്യൽ ഉപയോഗിക്കുക. വാഴയ്ക്കൊക്കെ ആണെങ്കിൽ അത് അളവ് കുറയ്ക്കുക. അതായത് 1.5 മാസം ഗ്യാപ്പിലാക്കുക. അതിന്റെ സൈക്കിൾ അനുസരിച്ച് എത്ര പ്രാവശ്യം വളപ്രയോഗം നടത്തുന്നു ഒരു വർഷത്തിൽ അതിന്റെ സൈക്കിൾ ബ്രേക്ക് ചെയ്ത് ഇതിങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കുക. ചേർത്തല്ല, സെപ്പറേറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. സോയിൽ ഹെൽത്ത് പ്ലസ് ഫ്രൂട്ട് സ്പെഷ്യൽ അല്ല, സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും ആണ് നമ്മുടെ ഫുഡ് മാനേജ്മെന്റ് കൊടുക്കാൻ നല്ലൊരു സപ്ലിമെന്റേഷൻ ഉദ്ദേശിക്കുന്നതാണ്. ഇനി ഫ്രൂട്ടിലേക്ക് എന്താ പറയുക, ക്വാളിറ്റി കിട്ടാൻ വേണ്ടി ഫ്രൂട്ട് സ്പെഷ്യൽ, ഡിഫൻഡ്, പി എച്ച് കറക്റ്റ് ആക്കാൻ മിലാപ്പ്, നമ്മുടെ സ്പ്രേമാക്സ്, നമ്മുടെ അഡേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പെനിട്രേഷൻ കൊടുക്കാൻ സ്പ്രേമാക്സ്.
ഏറ്റവും നല്ല വെജിറ്റബിൾ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന കോമ്പിനേഷനാണ് ഗാർഡൻ ഗോൾഡ് ആൻഡ് ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ്. വാട്ടർ ക്വാളിറ്റി, ഏറ്റവും നല്ല വാട്ടർ ക്വാളിറ്റി നമുക്ക് കിട്ടാൻ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് 1 ലിറ്റർ വെള്ളത്തിൽ 1 ml മിലാപ്പ് ഉപയോഗിക്കുക, അതുപോലെ 1/2 ml സ്പ്രെമാക്സ് ഉപയോഗിക്കുക. ഈ ഒരു സ്ലൈഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ലൈഡിലാണിത്. നമ്മുടെ ഹരിതസഞ്ജീവനി എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റ് ഒരാൾ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറായാൽ, ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രസന്റേഷൻ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ആണ് അല്ലേ? നമ്മൾ കഥ പറഞ്ഞു, എല്ലാം കേട്ടു, എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, പക്ഷേ ഇതിൽ ബിസിനസ് വരണ്ടേ? ഇത് ഒരു ബിസിനസ് വേർട്ടിക്കൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്കിതിൽ നിന്ന് എങ്ങനെ ഒരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവാം? നമുക്ക് ഇത്രയും പ്രൊഡക്റ്റുകളുണ്ട്. നോക്കൂ, ഈ പ്രൊഡക്റ്റുകളെല്ലാം റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ആകെപ്പാടെ ഷുഗർ ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം നമ്മുടെ ഷുഗർ കൃഷി കുറവായതുകൊണ്ട് ഷുഗർ പറഞ്ഞിട്ടില്ല. ഞാനൊരു മാസം ഒരാള് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മാസം ഇറങ്ങി പ്രവർത്തിച്ചാൽ 30 ഗാർഡൻ കൊണ്ട് സുഖമായിട്ട് വിൽക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഓരോ പ്രൊഡക്റ്റും ഞാൻ ആവറേജ് ആണ് ഇട്ടിരിക്കുന്നത്. 2 ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ്, അല്ല 3 ഹെൽത്ത് കിറ്റ്, ഹരിതസഞ്ജീവനിയുടെ വലിയ പാക്കറ്റ് ഒരെണ്ണം, അങ്ങനെ താഴേക്ക് വന്ന് നമ്മൾ സ്പ്രേമാക്സ് 100 ml 10 എണ്ണമെങ്കിലും ഒക്കെ നമുക്ക് ഒരാൾക്ക് വിൽക്കാൻ സാധിച്ചാൽ ആ പ്രൊഡക്റ്റുകളുടെ PV നോക്കൂ. 20,000 PV ഉണ്ടാക്കാൻ ഒരു മാസം ഹരിതസഞ്ജീവനി എന്നൊരു പ്രൊഡക്റ്റ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ ഈസിയായിട്ട് സാധിക്കും. പക്ഷെ അത് പഠിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതിനു മുമ്പ് നമ്മൾ വീട്ടില് ഇത് വർക്ക് ചെയ്ത് നമ്മുടെ റിസൾട്ട് നമ്മുടെ മൊബൈലിൽ ഉണ്ടാക്കി വേണം ആൾക്കാരോട് പറയാൻ. ഇല്ലെങ്കിൽ ആൾക്കാരത് കാണില്ല. കാരണം നമ്മൾ കാണിക്കാത്ത കാര്യം, നമ്മൾ ചെയ്യാത്ത കാര്യം അവരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇഷ്ടംപോലെ തട്ടിപ്പുകൾ ഈ മേഖല നടക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് നോക്കൂ. നമ്മൾ ഈ കൊടുക്കുന്ന സെയിലില് നമ്മൾ ഒരു 50% റീറ്റെയിൽ പ്രോഫിറ്റിൽ നമ്മൾ MRP സെയിൽ ചെയ്യുന്നെങ്കിലോ, 50% നമ്മൾ പിന്നെ വരെ മെമ്പർഷിപ്പ് ആക്കിയാൽ മതി. നോക്കൂ, 5,424 രൂപ നമ്മുടെ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടി, 20,000 PV കിട്ടി, 5,424 റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടി. ബാക്കി ബെനിഫിറ്റുകൾ RCMലെ നമ്മൾ ഇത്രയും ദിവസം ക്ലാസ്സുകൾ കേട്ട എല്ലാവർക്കും അറിയാം. ഏതൊക്കെ ലെവലിൽ എന്തൊക്കെ കിട്ടും, എത്ര ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും. കാരണം 75% PV ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇത്രയും വിറ്റാല് എത്ര കിട്ടും, ഏതൊക്കെ പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് നമ്മളെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു മിഷൻ ഏറ്റെടുത്താൽ നമ്മളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു വലിയ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ തിരിയും. പക്ഷേ അത് ചെയ്യുമ്പോഴും നമുക്ക് നഷ്ടമുണ്ടാവാതെ നമുക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ തയ്യാറാകുക. ഞാൻ ഇതിനൊരു താല്പര്യം കാണിച്ചത്, ഞാനൊരു 3-4 പ്രാവശ്യം യാത്ര ചെയ്ത ഒരാളുടെ കൂടെ യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു എനർജി കണ്ടാൽ നമുക്ക് അതിശയം തോന്നും. നമ്മുടെ ഷെരവടെ സാറ് ഒരു മടിയും കൂടാതെ ഓടി നടന്ന്, നമ്മൾ തളർന്നു പോകും. അദ്ദേഹം ഓടി നടന്നാണ് പോകുന്നത്. മുരളി സാറിന്റെ കൂടെ അത് നമ്മുടെ ജോസിയേട്ടനാണ്, അദ്ദേഹം നമ്മുടെ കെന്നഡി സാറാണത്, പലർക്കും അറിയായിരിക്കും. ഞങ്ങൾ ഒരു 2-3 തോട്ടത്തിൽ പോയതിനാണ്. ആ തോട്ടത്തിൽ അദ്ദേഹം ഓടി നടന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചെയ്തു കൊടുക്കുന്ന കണ്ടാല് അത്ര ഡെഡിക്കേറ്റഡ് ആണ്. ഒരു 1 വീക്ക് ഒക്കെ ട്രാവൽ ചെയ്യുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെന്റർ അദ്ദേഹം ട്രാവൽ ചെയ്യണം. ഒരു മടിയിൽ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കില്ല അദ്ദേഹം. ഓക്കെ, സോ അത്രയും നല്ലൊരു വിഷണറി ഒരു ലീഡർഷിപ്പ് ആണ് ഹെൽത്ത് നമുക്ക് തരുന്നത്. അത് നമുക്ക് ട്രെയിനിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴിയുന്നത്ര ആൾക്കാർക്ക് പോകാൻ കഴിയണം. നമ്മൾ ലാസ്റ്റ് അവസ്ഥയിലേക്ക് വരികയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്താലും, ഇതൊക്കെ എന്തൊക്കെ ചെയ്താലും നമ്മുടെ എൻവയോൺമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ, നമ്മുടെ ചുറ്റുവട്ടം കറക്റ്റ് അല്ലെങ്കിൽ, ആർദ്രത കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പ്ലാന്റിംഗ് ട്രീസ്. എല്ലാവരും ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക. നമ്മൾ മാക്സിമം സസ്യങ്ങൾ, മാക്സിമം ചെടികൾ, മാക്സിമം മരങ്ങൾ, ഏറ്റവും പൊക്കമുള്ളവ ഏറ്റവും ആദ്യം നടുക, അതിൽ പൊക്കം കുറഞ്ഞവർക്ക് ശേഷം നടുക. അങ്ങനെ തട്ടായി നമ്മൾ പുൽനാമ്പ് വരെ നടുന്ന ഒരു ശീലം ഉണ്ടാക്കി നമ്മൾ ഗ്രീനറി കൊടുത്താൽ ഈ സ്റ്റേജിൽ നിന്ന് ഈ സ്റ്റേജിലേക്ക് മാറാൻ മിനിമം ഒരു 3 മുതൽ 5 വർഷം കൊണ്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഇതിന്റെ ബാക്കി, ലെഫ്റ്റ് സൈഡിലെ ബാക്കി എന്താണെന്ന് മാത്രം, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്കാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വിതൗട്ട് സോയിൽ ദ വേൾഡ് ഫുഡ് വെബ് വിൽ ബി ഇൻ ട്രബിൾ. ഒറ്റ മാർഗ്ഗമുള്ളൂ, മാക്സിമം ട്രീ പ്ലാന്റ് ചെയ്യുക. ഇനി ഈ ഒരു സെഷൻ ശ്രദ്ധിക്കുക. ഇദ്ദേഹം തെങ്ങ് നടുകയാണ് അല്ലെ? ഒരു പഴയ വാർത്തയാണ്, അല്ലെങ്കിൽ പഴയ ചൊല്ലാണിത്. കുംഭത്തിൽ വെച്ച തൈ വെക്കാൻ കുംഭത്തിൽ ഭരണി നാളാണ് ഉത്തമം എന്ന് ശാസ്ത്രം പറയുന്നു. തൈ എന്നാൽ തെങ്ങിൻ തൈയാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനം കവുങ്ങ്, മാവ് എന്നിവ തൈകളും ആകാം. തെങ്ങ് തനിക്കും
തേക്ക് 3-ാം തലമുറയ്ക്ക് എന്നാണ് ചൊല്ലുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് തേക്ക് വെച്ചാൽ 3-ാം തലമുറയ്ക്കാണ്. RCM എത്ര കറക്റ്റ് ആണല്ലേ ഈ വാക്യം. അതായത് നമ്മൾ ഇന്ന് RCM ചെയ്യുന്നത് നമുക്ക് ഇന്നത്തേക്കാണോ? ചിലപ്പോൾ നമുക്ക് ഇന്നത്തേക്കല്ല, നമുക്ക് വരും കാലത്തേക്കാണ് ഏറ്റവും കൂടുതൽ പറയാൻ ചെയ്യുക അല്ലേ. അപ്പം നീർക്കെട്ടുണ്ടാവില്ല, നടന്നവ വേര് ചീഞ്ഞു പോകില്ല, അതെല്ലാം ആ സമയത്ത് ചെയ്താലുള്ള വ്യത്യാസമാണ്. അപ്പം ഇത് ഞാൻ കാണിക്കാൻ കാര്യം, നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം പിന്നെ ചെയ്യാനുള്ള ഒരു വലിയ ഒരു അല്ലെ നാളത്തെ അല്ലെങ്കിൽ വരും തലമുറയ്ക്കുള്ള ഒരു വലിയ അസറ്റ് ആണെന്നുള്ള ഒരു തെളിവ് ഈ RCM-ലുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും പല പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ, പക്ഷേ ഞങ്ങളുടെ ഗുരുനാഥൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്ത് കാര്യത്തിനും ഒരു ആത്മീയതയുടെ പിൻബലമില്ലെങ്കിൽ അതെല്ലാം തകർന്നടിയും. അത് ഞാൻ ഗൂഗിൾ തപ്പിയപ്പോൾ ഓൾറെഡി വിവരമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് എടുത്തതാണ്. ബിസിനസ്സും സ്പിരിച്വാലിറ്റിയും ദ സെയിം എന്താ പറയുക, 2 സൈഡ് ഓഫ് എ കോയിൻ ആണ്. ആത്മീയത ഇല്ലാത്ത സയൻസായി മാറില്ല. ആത്മീയത ഇല്ലാത്തൊരു എന്റർപ്രണർഷിപ്പ് ഒരിക്കലും ഫ്ലറിഷ് ആവില്ല. അതൊരു കോമ്പസ് ഇല്ലാത്ത ഷിപ്പ് പോലെ അലഞ്ഞിതിരിഞ്ഞ് നടക്കും. അത് മലയാളത്തില് നമ്മുടെ ഗുരുനാഥൻ പറയുന്നത്, ആത്മീയതയുടെ പിൻബലമില്ലാത്ത ശാസ്ത്രമോ കലയോ ബിസിനസ്സോ നിലനിൽക്കില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചുറ്റും ആലോചിച്ച് നോക്കൂ. നമ്മൾ വളരെ ശ്രദ്ധിച്ചിരുന്ന് ആലോചിച്ചാൽ നമ്മുടെ മുമ്പിൽ തകർന്നടിഞ്ഞവയെല്ലാം ആത്മീയത ഇല്ലാത്തതിന്റെ പ്രശ്നമാണെന്നറിയാം. ഇനി നമ്മൾ കാണേണ്ട 3-4 കാര്യങ്ങൾ. നമ്മുടെ ധർമ്മം, സ്വധർമ്മം. നമ്മൾ ചെയ്യേണ്ടത് വിത്ത് വിതരണമാണ്. RCM-മായി 100% യോജിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. RCM ചെയ്യുന്നത് എന്താണ്? നമ്മൾ വേണ്ട സ്ഥലത്ത് വേണ്ട വിത്ത് വേണ്ടത്ര വിതരണം ചെയ്യുക. RCM നമ്മൾ ചെയ്യുന്നല്ലേ, നമ്മൾ വേണ്ട ആളെ വേണ്ട സ്ഥലത്ത് വേണ്ട പോലെ കണ്ടു പറഞ്ഞാൽ അവർ RCM നമ്മുടെ കൂടെ വരാൻ തയ്യാറാകും. RCM-ന്റെ കൂടെ എന്ന് യാത്രയുണ്ടാവും. നമ്മൾ കൃഷിയിൽ അതാണ് ചെയ്യേണ്ടത്. വേണ്ട വിത്ത് നമ്മൾ നിരന്തരം വിത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. RCM നിരന്തരം ജോയിനിങ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം വിത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും കുലധർമ്മം എന്ന് പറഞ്ഞാൽ അനന്തര തലമുറയെ നമ്മളെക്കാൾ ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, സമ്പന്നരാക്കി വളർത്തിയെടുക്കുക നമ്മുടെ കുലധർമ്മമാണ് അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ് വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതാണ് കുലധർമ്മം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതുകൊണ്ടും കഴിഞ്ഞില്ല, നമുക്കൊരു സനാതന ധർമ്മമുണ്ട്. ഈ പ്രകൃതിയിൽ നമ്മൾ എന്തെല്ലാം എടുത്തു, പ്രകൃതിയിൽ നമ്മൾ നന്നായിട്ട് വളർന്നു വന്നു അല്ലേ. ആ പ്രകൃതി നിയമം അനുസരിച്ച് നമ്മൾ ജീവിച്ച് അതിന് വിധേയമായിട്ട് ജീവിക്കുക എന്നൊരു ധർമ്മം കൂടെ നമുക്കുണ്ട്. ഇത് ഞാൻ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 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 മനുഷ്യന് തോന്നിയ ഒരു ചെറിയ ആശയം എത്രയോ കാലം മുമ്പ് അദ്ദേഹം കൈവെടിയാതെ അദ്ദേഹം അവിടെ നിന്ന് വളർന്ന് ഈ അവസ്ഥയിലെത്തി. സീഡ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് ചെയ്തു. അദ്ദേഹം കോടിക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ ജീവിതചര്യ മുഴുവൻ നമുക്ക് കാണാപ്പാഠമായി പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും, RCM എല്ലാവരും അല്ലേ. അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം തന്റെ കുലധർമ്മം നിർവഹിച്ചു. തന്റെ മക്കളിലേക്ക് ഈ ഒരു പ്രസ്ഥാനം വളർത്തിയെടുത്ത കൈകളിലേക്ക് ഏറ്റെടുത്ത ശേഷം അദ്ദേഹം എന്താ ചെയ്യുന്നത്? നമ്മുടെ സനാതന ധർമ്മം എന്താണ്? നമ്മൾ നമ്മുടെ പ്രകൃതിയെ സ്നേഹിച്ച് നമ്മുടെ വരും തലമുറയ്ക്ക് എന്ത് കൊടുക്കാം എന്നുള്ള ഒരൊറ്റ ചിന്തയുടെ പുറത്ത് ആത്മീയതയുടെ പിൻബലമില്ലാത്ത ഒരു ബിസിനസ് സക്സസ് ആവില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന എക്സാമ്പിൾ ആണ് RCM. കാരണം ആത്മീയത ഇല്ലാതെ ഇല്ല. കാരണം ആ ആത്മീയ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ മഹാനായ TCG മാറിയിരിക്കുന്നതാണ് നമ്മൾ RCM ഗുരുകുലങ്ങളെ കാണുന്നത്. രാവിലെ 6:30 മണിക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ കയറിയാൽ ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്. ദയാൽ സാറിന്റെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ സാറ് തലേദിവസം പഠിപ്പിച്ചത് ക്ഷമ പറയുക, ക്ഷമ കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. ഇവിടെ രാവിലെ 6:45 TCG പറയുന്നത് അത് തന്നെ. ഫോർഗീവ്നെസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ ആൾക്കാരുടെ സോറി പറയാം, എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡോടെ ജീവിക്കാം, ഇതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇത്രയും വലിയൊരു പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് അതിനെ ഫ്ലറിഷ് ചെയ്യിച്ച് ഏറ്റവും സേഫായ ആൾക്കാരിലേക്ക് എത്തിച്ച് അവിടെ നിന്നും അതിനൊരു മെന്റർ എന്ന ലെവലിലേക്ക് മാറി ശരിക്കും നമ്മുടെ ഇതിലേക്ക് വാല്യൂസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വലിയൊരു ഒരു സേവനം പോലെ എന്നും രാവിലെ 6:30 എഴുന്നേറ്റ് അദ്ദേഹം ആൾക്കാരെ വിളിക്കാറുണ്ട്. എത്രയോ പേര് കയറാറുണ്ട്, എത്രയോ പേര് കയറാറില്ല. ഞാനും പല ദിവസം കയറാൻ സാധിക്കാറില്ല. പക്ഷെ കയറുന്ന ദിവസം നമുക്ക് അതിശയം തോന്നും. ഇത്ര സിമ്പിളായ ഒരു മനുഷ്യൻ ഇത്രയും വർഷമായി ഈ ഒരു ഡെഡിക്കേഷനോടെ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊന്നും എന്നും ചെയ്യുന്നില്ല, നമ്മളൊക്കെ എങ്ങും എത്താത്തതിന്റെ കാര്യം നമ്മളൊന്നും വിഷൻ ഇല്ലാത്തവരായതുകൊണ്ടാണെന്ന് ഒരു വ്യക്തമായ ഒരു ബോധ്യം ഈ വലിയ മനുഷ്യനെ കാണുമ്പോൾ, നമ്മുടെ മഹാനായ TCGയെ കാണുമ്പോൾ തോന്നും.
ഈ ഒരു വാർത്ത പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 2023 ഫെബ്രുവരി 15 വാർത്തയാണ്. 1000 മരങ്ങൾ മാറ്റി നട്ടുകൊണ്ട് നമ്മുടെ പ്രകൃതിയോടുള്ള തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന ഈ മഹാനായ മനുഷ്യൻ, ആ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ആകാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം മരമായി, വലിയൊരു ആൽമരമായി പടർന്ന് പന്തലിച്ച് നമ്മുടെ കൂടെ എന്നുമുണ്ട്. ഗീവ് ബാക്ക് ടു ദ സോയിൽ. നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുക, ആ മണ്ണ് നമുക്ക് തിരിച്ചും അതുപോലെ നമുക്ക് തിരിച്ചു തരും. ഇതാണ് ആർസ്യം നമ്മൾ പറയുന്നത്. നമ്മൾ ആർസ്യം ആത്മാർത്ഥമായി ചെയ്യുക, ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ. ആൾക്കാരെന്നും പറഞ്ഞോട്ടെ, നമ്മളൊന്നും ചിന്തിക്കേണ്ട, ആത്മാർത്ഥമായി ആർസ്യം പ്രവർത്തിക്കുക, മറ്റുള്ളവർ നന്മ ചിന്തിച്ച് മാത്രം ആർസ്യം പ്രവർത്തിക്കുക. നമ്മൾ നമ്മുടെ മണ്ണിലേക്ക് നമുക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞ ആർസ്യം നമ്മൾ എന്ത് മിസ് ചെയ്താൽ ആർസ്യം നമുക്ക് തിരിച്ചു തരും.